2017 ഡിസംബറിൽ നടത്തിയ കേട്ടറ്റിൻ്റെ ചൈൽഡ് ഡെവലപ്മെൻറ്റ് ആൻഡ് പെഡഗോഗിയുടെ പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസും അതിൻ്റെ അനുബന്ധ വിവരങ്ങളുമാണ് നമ്മൾ ഈ ഒരു ക്ലാസ്സിൽ നോക്കുന്നത്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: താഴെ പറയുന്നവയിൽ ദ്വിതീയ സവിശേഷതയ്ക്ക് ഉദാഹരണം ഏത്? ഓപ്ഷൻ എ നേതൃത്വ ഗുണം, ലീഡർഷിപ്പ്, ബുദ്ധിശക്തി, ഇൻ്റലിജൻസ്, അക്രമാകത്വം, അഗ്രസീവ്നെസ്, ഫാഷനിലുള്ള താല്പര്യം, ഇൻട്രസ്റ്റ് ഇൻ ഫാഷൻ. നല്ലൊരു ക്വസ്റ്റ്യൻ ആണല്ലേ. ഈ ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ പ്രധാനപ്പെട്ട 3 അപ്രോച്ചുകൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട് അല്ലേ. വ്യക്തിത്വത്തിൻ്റെ ഘടനയും അതിൻ്റെ വികസനവും വിശദീകരിക്കാൻ വേണ്ടിയിട്ടൊക്കെ രൂപം കൊണ്ടിട്ടുള്ള പ്രധാനപ്പെട്ട വ്യക്തിത്വ സമീപനങ്ങൾ, സവിശേഷക സമീപനം, ട്രൈറ്റ് അപ്രോച്ച്, മാനവികതാ സമീപനം, ഹ്യൂമനിസ്റ്റിക് അപ്രോച്ച്, അതുപോലെ തന്നെ സൈക്കോ അനാലിസിസ്, മനോവിശ്ലേഷണ സമീപനമൊക്കെ നമ്മൾ പഠിച്ചതാണ്. അതിനകത്ത് ട്രൈറ്റ് അപ്രോച്ച്, സവിശേഷക സമീപനം കൊണ്ടുവന്നിട്ടുള്ളത് നമ്മുടെ ആൽപോർട്ടാണെന്ന് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ആൽപോർട്ട് വ്യക്തിത്വ സവിശേഷതകളെ 3 ആയിട്ടാണ് തിരിച്ചിട്ടുള്ളത്. കാർഡിനൽ ട്രൈറ്റ് എന്നും, സെൻട്രൽ ട്രൈറ്റ് എന്നും, സെക്കൻഡറി ട്രൈറ്റ് എന്നും 3 ആയിട്ട് അദ്ദേഹം വ്യക്തിത്വ സവിശേഷതകളെ തിരിച്ചിട്ടുണ്ട്. മുഖ്യ സവിശേഷകം അല്ലെങ്കിൽ കാർഡിനൽ ട്രൈറ്റ്, മധ്യമ സവിശേഷതകൾ അല്ലെങ്കിൽ സെൻട്രൽ ട്രൈറ്റ്സ്, അതുപോലെ തന്നെ ദ്വിതീയ സവിശേഷതകൾ സെക്കൻഡറി ട്രൈറ്റ്സ് എന്നിങ്ങനെ 3 ആയിട്ട് അദ്ദേഹം തരംതിരിച്ചിട്ടുണ്ട്. അതിനകത്ത് കാർഡിനൽ ട്രൈറ്റിനകത്ത് വരുന്നതാണ് അല്ലെങ്കിൽ മുഖ്യ സവിശേഷതത്തിൽ വരുന്നതാണ് ഒരു വ്യക്തിയുടെ പ്രധാനപ്പെട്ടതും മിക്കപ്പോഴും പ്രകടമാകുന്നതുമായിട്ടുള്ള സ്വഭാവത്തെയാണ് മുഖ്യ സവിശേഷകം എന്ന് പറയുന്നത് അല്ലേ. അപ്പം അതിൽ ഉദാഹരണം പറയാൻ നമുക്ക് സഹിതം ചോദിച്ചിട്ടുണ്ട്, കേട്ടൻ്റെ എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ് ഗാന്ധിജിയുടെ മുഖ്യ സവിശേഷക സ്വഭാവമാണ് അഹിംസ എന്ന് പറയുന്നത്. നമുക്കറിയാം അദ്ദേഹത്തിൻ്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷ സ്വഭാവമാണ് അഹിംസ എന്ന് പറയുന്നത് അല്ലേ. ഗാന്ധിജി എന്ന് പറയുമ്പോൾ തന്നെ അഹിംസ എന്നാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അതുപോലെ തന്നെ നമുക്കറിയാം ഹിറ്റ്ലർ എന്ന് പറയുന്ന വ്യക്തിയിലെ നമ്മുടെ മനസ്സിലേക്ക് വരുമ്പോൾ സ്വേച്ഛാധിപത്യം എന്നൊരു വാക്കാണ് അല്ലെങ്കിൽ ഫാസിസം എന്നൊരു വാക്കാണ് നമ്മുടെ മനസ്സിലേക്ക് വരുന്നത്. അത് അദ്ദേഹത്തിൻ്റെ കോമൺ നേച്ചർ എന്ന് പറയുന്നത് അല്ലേ. അതാണ് അദ്ദേഹത്തിൻ്റെ കാർഡിനൽ ട്രൈറ്റ്. അതുപോലെ ഫലിതം, ഇപ്പോൾ കോമഡി എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ചാർലി ചാപ്ലിൻ അല്ലേ. കോമഡി എന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിലേക്ക് ആദ്യം വരുന്ന മിസ്റ്റർ ബീൻ വരാം, ചാർലി ചാപ്ലിൻ വരാം. അപ്പം ചാർലി ചാപ്ലിൻ എന്ന് പറയുമ്പോൾ തന്നെ ഒരു കോമഡി കഥാപാത്രമാണ് നമ്മുടെ മനസ്സിൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു ജീവിതത്തിലായാലും അഭിനയിക്കുമ്പോഴായാലും ചാർലി ചാപ്ലിൻ്റെ പ്രധാനപ്പെട്ട ഒരു രംഗം, ഒരു കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത് എന്താണ്? കോമഡി ആയിരുന്നു, ഫലിതബോധമായിരുന്നു. അതുപോലെ ടെററിസ്റ്റുകളുടെ പ്രധാനപ്പെട്ട ഒന്നാണ് അക്രമരാഹിത്വം എന്ന് പറയുന്നത് അല്ലേ. ഈ തീവ്രവാദികളുടെ ഒരു പ്രധാനപ്പെട്ട അവരുടെ മൈൻഡിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? അവർ ടെററിസ്റ്റാണ് അപ്പോൾ അവരുടെ മൈൻഡ് എന്താണ്? എപ്പോഴും ഒരു അക്രമം, ഒരു അറ്റാക്കിന് വേണ്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്ന ആളുകളൊക്കെയാണ്. അപ്പോൾ അതാണ് അവരുടെ പ്രധാനപ്പെട്ട കാർഡിനൽ ട്രൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെയാണ് സെൻട്രൽ ട്രൈറ്റ്, മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. മധ്യമ സവിശേഷകം എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയിൽ പ്രകടമായിട്ട് കാണാവുന്ന ഏതാനും സ്വഭാവ സവിശേഷതകളെയാണ് മധ്യമ സവിശേഷകം എന്ന് പറയുന്നത്. ഒരു വ്യക്തിയിൽ പ്രകടമായിട്ട് കാണാൻ പറ്റുന്ന ഏതാനും സ്വഭാവ സവിശേഷതകളുണ്ട്. അതായത് ഈ കാർഡിനൽ ട്രൈറ്റ് കൂടാതെ കുറച്ച് സവിശേഷതകൾ കൂടി ഒരു പ്രകടമായിട്ട് നമുക്ക് കാണാൻ പറ്റുന്നതിനെയാണ് മധ്യമ സവിശേഷം എന്ന് പറയുന്നത്. ഇപ്പോൾ സെൽഫിഷ്, ഒരാൾ സ്വാർത്ഥത എന്ന് പറയും. ഇപ്പോൾ ഒരാൾ കാണാവുന്ന ഒരു പ്രകടമായിട്ടുള്ള ഒരു മധ്യമ സവിശേഷതയാണ് സ്വാർത്ഥത, ഉദാഹരണം പറയുകയാണെങ്കിൽ അല്ലേ. അതുപോലെ തന്നെ വിശ്വാസ്യത എന്ന് പറയുമ്പോൾ നമുക്ക് നല്ല രീതിയിൽ വിശ്വസിക്കാൻ പറ്റുന്ന സുഹൃത്തുക്കൾ നമുക്കുണ്ടായിരിക്കാം. അപ്പം അവരിൽ കോമൺ ആയിട്ട് കാണപ്പെടുന്ന ഒരു വിശ്വാസ്യത എന്ന് പറയുന്നത് എന്താണ്? അതൊരു മധ്യമ സവിശേഷകമായിരിക്കും, സെൻട്രൽ ട്രൈറ്റ് ആയിരിക്കും. അതുപോലെ തന്നെ വിധേയത്വമൊക്കെ നമുക്കതിന് ഉദാഹരണം പറയാവുന്നതാണ്. സെക്കൻഡറി ട്രൈറ്റ് അല്ലെങ്കിൽ ദ്വിതീയ സവിശേഷതകളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാളിൽ ചില പ്രത്യേക സന്ദർഭങ്ങളിൽ മാത്രം കാണപ്പെടുന്ന സവിശേഷതയാണ് ദ്വിതീയ സവിശേഷതകൾ എന്ന് പറഞ്ഞാൽ. എപ്പോഴും കാണാൻ പറ്റത്തില്ല. ഒരു വ്യക്തിയിൽ കാണാൻ പറ്റുന്ന പല കഴിവുകളെയും നമുക്ക് എന്ത് ചെയ്യാം? ഇതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നതാണ്. ഇവിടെ നേതൃത്വ ഗുണം, ബുദ്ധിശക്തിയും അക്രമാകത്വമൊക്കെ നമുക്ക് എന്താ കാർഡിനൽ ട്രൈറ്റിൽ പറയാവുന്നതാണ്. പക്ഷേ ദ്വിതീയ സവിശേഷത ഉദാഹരണമായിട്ട് നമുക്ക് എന്താ പറയുക? ഫാഷനിലുള്ള താല്പര്യത്തെ നമുക്ക് പറയാവുന്നതാണ്. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഞാൻ താഴെ പറയുന്നവയിൽ തെറ്റായ ജോഡി ഏത്? ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ്, ഓപ്പറൻ്റ് കണ്ടീഷനിങ് സ്കിന്നർ, ആശയപഠനം ബ്രൂണർ, നിരീക്ഷണ പഠനം തോണ്ടേക്ക്. നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. നിരീക്ഷണ പഠനം എന്ന് പറയുന്നത് തോണ്ടേക്കല്ല, ആൽബർട്ട് ബന്ദരാണ് നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇവിടെ ബാക്കിയെല്ലാം കറക്റ്റാണ്. ക്ലാസിക്കൽ കണ്ടീഷനിങ് പാവ്ലോവ് ആണ്, ഓപ്പറൻ്റ് കണ്ടീഷൻ സ്കിന്നറാണ്, ആശയപഠനം കൺസെപ്റ്റ് ലേണിംഗ് ബ്രൂണറാണ്. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: പഠന വൈകല്യങ്ങൾക്ക് അടിസ്ഥാന കാരണമാകാവുന്ന ഘടകം ഏതാണ്? ഓപ്ഷൻ എ പാരമ്പര്യം, ബി സ്കൂൾ അന്തരീക്ഷം, സി കുടുംബത്തിൻ്റെ സാമൂഹ്യ സാമ്പത്തിക നില, ഓപ്ഷൻ ഡി തെറ്റായ പഠന രീതി. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് പാരമ്പര്യമാണ്, ഓപ്ഷൻ എ ആണ്. നമ്മൾ പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവ ഏതാണെന്നൊക്കെയാണ് പഠിച്ചിട്ടുള്ളത്. ബുദ്ധി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. അതുപോലെ തന്നെ ക്രിയേറ്റിവിറ്റി, മെമ്മറി, അതുപോലെ തന്നെ മറവി, ഫോർഗറ്റിംഗ്, അതുപോലെ ശ്രദ്ധ, അറ്റൻഷൻ, മോട്ടിവേഷൻ, അഭിപ്രേരണ, അതുപോലെ തന്നെ ഇൻട്രസ്റ്റ്, അഭിരുചി അല്ലെങ്കിൽ താല്പര്യം, അഭിക്ഷമത, ആപ്റ്റിറ്റ്യൂഡ്, അതുപോലെ തന്നെ മനോഭാവം, ആറ്റിറ്റ്യൂഡ്, ആങ്സൈറ്റി, ലേണിംഗ് സ്റ്റൈല്, മെച്ചുറേഷൻ, പരിപക്വനം, പഠന അന്തരീക്ഷം, കുടുംബ സാമൂഹിക ഘടകങ്ങൾ, ഇവയെല്ലാം എന്താണ്? പഠനത്തെ സ്വാധീനിക്കുന്ന ഘടകങ്ങളിൽ പ്രധാനപ്പെട്ടവയാണ്. അവിടെ കുടുംബ സാമൂഹിക ഘടകങ്ങളിൽ വരുന്നതാണ് പാരമ്പര്യം എന്ന് പറയുന്നത്. അതായത് ഒരു വ്യക്തിയുടെ വികാസത്തിൽ നിർണായക പങ്ക് വഹിക്കുന്ന ഒന്നാണ് എന്തെന്ന് പറയുന്നത്? പാരമ്പര്യവും പരിസ്ഥിതി എന്ന് പറയുന്നത്.
നാലാമത്തെ ക്വസ്റ്റ്യനാണ് സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അനുയോജ്യമായ മാർഗം ഏതാണ്? സഹവൈജ്ഞാനിക മേഖലകളെ വിലയിരുത്താൻ അബ്സല്യൂട്ട് ഗ്രേഡിംഗ്, റിലേറ്റീവ് ഗ്രേഡിംഗ്, മാർക്ക് സമ്പ്രദായം, ഡയറക്റ്റ് ഗ്രേഡിംഗ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണ്. ഈ ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കോഴ്സിൻ്റെ അല്ലെങ്കിൽ ഒരു യൂണിറ്റിൻ്റെ വിവിധ തലങ്ങളിലുള്ള നേട്ടങ്ങളെ സ്റ്റാൻഡേർഡ്സ് മെഷർമെൻറ്റ് ഉപയോഗിച്ചുകൊണ്ട് അളക്കുന്ന ഒരു പ്രക്രിയയാണ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഗ്രേഡിങ്ങിന് നമുക്ക് പ്രധാനമായിട്ട് രണ്ടായിട്ട് തിരിക്കാം. ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്നും നമുക്ക് എന്ത് ചെയ്യാം? ഗ്രേഡിങ്ങിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. ഈ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ അറിയാം, ഓരോ ചോദ്യത്തിനും മാർക്കിന് പകരം എന്ത് ചെയ്യുന്നു? ഗ്രേഡ് കൊടുക്കുന്ന ഒരു സിസ്റ്റം ആണല്ലേ. ഇൻഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ എന്താണ്? മാർക്ക് കൊടുത്തതിന് ശേഷം അതിൻ്റെ ടോട്ടൽ കണ്ടിട്ടാണ് അതിന് എന്ത് ചെയ്യുന്നത്? ഈക്വൽ ആയിട്ടുള്ള ഒരു ഗ്രേഡ് കൊടുക്കുന്നത്. അതുപോലെ തന്നെ ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിനെ നമുക്ക് രണ്ടായിട്ട് തിരിക്കാൻ പറ്റും. അബ്സല്യൂട്ട് ഗ്രേഡെന്നും അതുപോലെ തന്നെ റിലേറ്റീവ് ഗ്രേഡെന്നും ഒക്കെ നമുക്ക് ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിനെ രണ്ടായിട്ട് തിരിക്കാം. ഈ ഡയറക്റ്റ് ഗ്രേഡിംഗ് എന്ന് പറഞ്ഞാൽ ഓരോ ഉത്തരത്തിനും ഗ്രേഡ് നൽകുന്ന ഒരു സിസ്റ്റമാണ് നമ്മൾ പറഞ്ഞു. അതായത് ഒരു ചോദ്യത്തിൽ ഇപ്പോൾ 10 പോയിന്റുകളാണുള്ളതെന്ന് വെച്ചു. ഒരു ചോദ്യം നമ്മൾ കൊടുക്കുന്നു, ആ ചോദ്യത്തിന് 10 പോയിന്റുകളാണുള്ളത്. അതിൽ കുട്ടി 10ഉം എഴുതി കഴിഞ്ഞാൽ നമുക്ക് എന്ത് പറയാം? അല്ലെങ്കിൽ 10ഉം എഴുതി അല്ലെങ്കിൽ അതിൻ്റെ താഴെയാണ് എഴുതിയെങ്കിൽ ആ കുട്ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു എ ഗ്രേഡ് കൊടുക്കാം. ഒരു 7 എണ്ണം അതിൽ താഴെ എഴുതിയ കുട്ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു ബി ഗ്രേഡ് കൊടുക്കാം. ഒരു 5 എണ്ണം അതിൽ താഴെ എഴുതിയ കുട്ടിക്ക് നമുക്ക് എന്ത് കൊടുക്കാം? ഒരു സി ഗ്രേഡ് കൊടുക്കാം. അങ്ങനെ കുട്ടികൾ എഴുതിയ ആൻസറിലെ ഗ്രേഡിനെ ഒരു ബേസ് ചെയ്തിട്ടായിരിക്കും ആ ഒരു എക്സാമിൽ ഗ്രേഡ് നിശ്ചയിക്കുക എന്ന് പറയുന്നത്. അതായത് അങ്ങനെയാണ് ഒരു ടോട്ടൽ ഗ്രേഡ് നമ്മൾ നിശ്ചയിക്കുന്നത്. ഇന്ന് നമ്മുടെ സ്കൂളുകളിലെല്ലാം നടക്കുന്നത് എന്താണ്? ഒരു ഡയറക്റ്റ് ഗ്രേഡിംഗ് ആണല്ലേ. LP UP നമുക്കറിയാം 5 പോയിൻറ്റ് ഗ്രേഡാണ്. അതായത് ABCDE അങ്ങനെ നടക്കുന്നവർ ആ 5 പോയിൻറ്റ് ബേസ് ചെയ്തിട്ടാണ് ഡയറക്റ്റ് ഗ്രേഡ് കൊടുക്കുന്നത്. ഹൈസ്കൂളിലൊക്കെ വരുമ്പോൾ 9 പോയിൻറ്റ് ഗ്രേഡ് ആണ്. അതായത് A+, B+B, C+C അങ്ങനെ പോകുന്നത്. ഈ ഇൻഡയറക്റ്റ് ഗ്രേഡിനെ നമ്മൾ പറഞ്ഞു രണ്ടായിട്ട് തിരിക്കാം. അബ്സല്യൂട്ട് ഗ്രേഡെന്നും അതുപോലെ റിലേറ്റീവ് ഗ്രേഡെന്നും നമുക്ക് രണ്ടായിട്ട് തിരിക്കാം. അബ്സല്യൂട്ട് ഗ്രേഡ് എന്ന് പറഞ്ഞാൽ കോഴ്സ് തുടങ്ങുന്നതിന് മുമ്പ് തന്നെ നിശ്ചിത പരിധി നിർണ്ണയിച്ചുകൊണ്ട് നടപ്പിലാക്കുന്ന ഒരു ഗ്രേഡിംഗ് സമ്പ്രദായത്തെയാണ് അബ്സല്യൂട്ട് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. ഇവിടെ നമ്മൾ 5 പോയിൻറ്റ് സ്കെയിൽ റേഞ്ച് ആണെങ്കിൽ 81 മുതൽ 100 വരെ മാർക്ക് കിട്ടുന്ന കുട്ടികൾക്ക് എ ഗ്രേഡ് കൊടുക്കാം. 61 മുതൽ 80 വരെ ഉള്ളതാണെങ്കിൽ ബി ഗ്രേഡ് കൊടുക്കാം. 41 മുതൽ 60 വരെയാണെങ്കിൽ സി ഗ്രേഡ് കൊടുക്കാം. 21 മുതൽ 40 വരെയാണെങ്കിൽ ഡി ഗ്രേഡ് കൊടുക്കാം. 21 മാർക്ക് വരെയാണെങ്കിൽ ഇ ഗ്രേഡാണ് കൊടുക്കുന്നത്. റിലേറ്റീവ് ഗ്രേഡിംഗ് ആകുമ്പം ആ ക്ലാസ്സിലെ മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ ആ എക്സാം അറ്റൻഡ് ചെയ്ത മറ്റു കുട്ടികളെ കമ്പയർ ചെയ്തിട്ട് ആ ഒരു എക്സാം കഴിഞ്ഞ് കുട്ടികൾക്ക് മാർക്ക് കിട്ടിയതിന് ശേഷം ഏതൊക്കെ മാർക്കിനിടയിൽ കിട്ടിയവർക്ക് ഏതൊക്കെ ഗ്രേഡ് കൊടുക്കണമെന്ന് തീരുമാനിക്കുന്നതിനാണ് റിലേറ്റീവ് ഗ്രേഡിംഗ് എന്ന് പറയുന്നത്. അതായത് 80 മാർക്ക് കിട്ടിയ കുട്ടിയാണ് ക്ലാസ്സിലെ ടോപ്പ് എങ്കിൽ അപ്പോൾ ആർക്കും എ ഗ്രേഡ് കിട്ടാതെ വരും അല്ലേ. കാരണം 81 മുതൽ 100 വരെ മാർക്കിൽ ഉണ്ടെങ്കിൽ നമുക്ക് എ ഗ്രേഡ് കിട്ടാൻ പറ്റത്തുള്ളൂ. പക്ഷേ റിലേറ്റീവ് ഗ്രേഡിങ്ങിൽ വരുമ്പോൾ എക്സാം എഴുതിയ ആകെ കുട്ടികളിൽ ഏറ്റവും ടോപ്പ് മാർക്ക് വാങ്ങിയ 10 കുട്ടികൾക്ക് എ ഗ്രേഡ് കൊടുക്കും. എ ഗ്രേഡ് പറയുമ്പോൾ ടോപ്പ് 10% സ്റ്റുഡൻസിനാണ് എ ഗ്രേഡ് കൊടുക്കുന്നത്. നെക്സ്റ്റ് 25% സ്റ്റുഡൻസിന് ബി ഗ്രേഡ് കൊടുക്കും. മിഡിൽ 30% സ്റ്റുഡൻ്റ് ആണെങ്കിൽ സി ഗ്രേഡ് കൊടുക്കും. നെക്സ്റ്റ് 25% ആകുമ്പോൾ ഡി ഗ്രേഡ്. അങ്ങനെ ബോട്ടം 10% സ്റ്റുഡൻസിന് എന്ത് കൊടുക്കുന്നു? ഇ ഗ്രേഡ് കൊടുക്കുന്നു. അങ്ങനെയാണ് അതിൻ്റെ ഒരു രീതി എന്ന് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്: ബുദ്ധി സംബന്ധിച്ച് സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം ചിത്രീകരിച്ചിരിക്കുന്നു. ഇതിൽ ജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ജനറൽ ഇൻ്റലിജൻസ്, ഗ്ലോബൽ ഇൻ്റലിജൻസ്, ജെൻഡർ ഇൻ്റലിജൻസ്, സ്പെസിഫിക് ഇൻ്റലിജൻസ്. ഇവിടെ ആൻസർ എന്ന് പറയുന്നത് എന്താണ്? ഓപ്ഷൻ എ ആണല്ലേ, ജനറൽ ഇൻ്റലിജൻസ് ആണ്. സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. സ്പിയർമാൻ്റെ ദ്വിഘടക സിദ്ധാന്തം നമ്മൾ പഠിച്ചതാണ്. 1904 ഈ ഒരു തിയറി അദ്ദേഹം രൂപപ്പെടുത്തിയിട്ടുള്ളത്. അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ ബുദ്ധി എന്ന് പറയുന്നത് അല്ലെങ്കിൽ ബുദ്ധിക്ക് 2 ഘടകങ്ങളുണ്ടല്ലേ. ഒന്ന് സാമാന്യ ഘടകം അല്ലെങ്കിൽ ജി ഫാക്ടർ അല്ലെങ്കിൽ ജനറൽ ഇൻ്റലിജൻസ് എന്ന് പറയാം. 2 വിശിഷ്ട ഘടകം അല്ലെങ്കിൽ സ്പെസിഫിക് ഇൻ്റലിജൻസ് അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടർ എന്ന് നമുക്ക് പറയാൻ പറ്റും. ഈ ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത് G+S എന്നാണ് നമ്മുടെ സ്പിയർമാൻ പറയുന്നത്. അതായത് 2 ഫാക്ടറും ചേർന്നിട്ടാണ് ഒരാളുടെ ടോട്ടൽ ഇൻ്റലിജൻസ് എന്ന് പറയുന്നത്. രണ്ടും കൂടെ ചേർന്നിട്ടാണ് ഒരാളുടെ ബുദ്ധി പൂർണ്ണമാകുന്നതെന്നാണ് അദ്ദേഹം പറയുന്നത്. ഇപ്പോൾ സാമാന്യ ഘടകം അല്ലെങ്കിൽ ജി ഫാക്ടറും വിശിഷ്ട ഘടകം അല്ലെങ്കിൽ സ്പെസിഫിക് ഫാക്ടറും ജനറൽ ഇൻ്റലിജൻസും സ്പെസിഫിക് ഇൻ്റലിജൻസും കൂടെ ചേർന്നിട്ടാണ് ഒരാളുടെ ടോട്ടൽ ഇൻ്റലിജൻസ് വരുന്നതെന്നാണ് നമ്മുടെ സ്പിയർമാൻ പറയുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ദ്വിഘടക സിദ്ധാന്തത്തിനകത്തുള്ള ഒരു തിയറിയാണ് ഈ ഒരു തിയറി എന്ന് പറയുന്നത്. 6ാമത്തെ ക്വസ്റ്റ്യൻ: പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത രീതി ഏതാണ്? ത്വരിത പഠനം, ആക്സിലറേറ്റഡ് ലേണിംഗ്, അനുകൂലനം നടത്തിയ പാഠ്യപദ്ധതി അല്ലെങ്കിൽ കരിക്കുലം അഡാപ്റ്റേഷൻ, കഴിവിനൊത്ത വർഗീകരണം, എബിലിറ്റി ഗ്രൂപ്പിംഗ്, പരിഹാരബോധം, റെമഡിയൽ ടീച്ചിങ്. ഇവിടെ ഓപ്ഷൻ ഡി ആണ് ഉത്തരം, റെമഡിയൽ ടീച്ചിങ് ആണ്. പ്രതിഭാധനനായ കുട്ടിക്ക് നിർദ്ദേശിച്ചിട്ടില്ലാത്ത ഒരു രീതിയാണ് പരിഹാരബോധം അല്ലെങ്കിൽ റെമഡിയൽ ടീച്ചിങ് എന്ന് പറയുന്നത്. ഇവിടെ റെമഡിയൽ ടീച്ചിങ് ആവശ്യമായിട്ട് വരുന്നത് പഠനപരമായിട്ട് ബുദ്ധിമുട്ടുന്ന വിദ്യാർത്ഥികൾക്കാണ്. അപ്പോൾ അവരുടെ സമപ്രായക്കാരുമായിട്ട് പൊരുത്തപ്പെട്ടു പോകുവാൻ അത് ഹെൽപ്പ് ചെയ്യുന്നതെന്നാണ് അല്ലേ. 7ാമത്തെ ക്വസ്റ്റ്യൻ: പ്രബലനം എന്ന ആശയം പഠന തത്വങ്ങളോട് ചേർത്ത് വെച്ച മനഃശാസ്ത്രജ്ഞൻ ആരാണ്? വാട്സൺ, പാവ്ലോവ്, സ്കിന്നർ, കോഹ്ലർ. നമുക്കറിയാം ഓപ്ഷൻ സി ആണ് ഉത്തരം,
സ്കിന്നറാണ് ഉത്തരം അല്ലേ. പ്രബലനത്തെക്കുറിച്ച് അല്ലേ, പ്രവർത്തനാനുബന്ധന സിദ്ധാന്തത്തിൻ്റെ വക്താവാണ് അല്ലേ, തിയറി ഓഫ് ഓപ്പറൻ്റ് കണ്ടീഷനിങ്ങിൻ്റെ വക്താവാണ് നമ്മുടെ സ്കിന്നർ എന്ന് പറയുന്നത്. SR ബന്ധത്തിന് പകരം RS ബന്ധം കൊണ്ടുവന്നിട്ടുള്ള വ്യക്തിയാണ് അദ്ദേഹം അല്ലേ. അതുപോലെ തന്നെ പ്രബലനം റീഎൻഫോഴ്സ്മെൻറ്റിന് ഊന്നൽ നൽകിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് നമ്മുടെ സ്കിന്നർ എന്ന് പറയുന്നത്. പിന്നെ പ്രതികരണം, ചോദകം, അതുപോലെ തന്നെ പ്രബലനം എന്നൊരു ആ ഒരു ക്രമത്തിൽ പഠന പ്രക്രിയ നടത്തിയിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് സ്കിന്നർ എന്ന് പറയുന്നത്. ആ ഒരു സ്കിന്നേറിയൻ സിദ്ധാന്തത്തിന്, സ്കിന്നേറിയൻ തിയറികളുടെ കേന്ദ്ര ബിന്ദു എന്ന് പറയുന്നത് എന്താണ്? പ്രബലനമാണ് അല്ലേ. ഈ പ്രബലനം എന്ന് പറഞ്ഞാൽ ഒരു അനഭിലഷണീയമായ പ്രതികരണത്തിന് ഉടൻ തന്നെ ചോദകം നൽകുന്ന ഒരു പ്രക്രിയ എന്നാണ് നമ്മൾ പ്രബലനത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ളത്. ഒരു അനഭിലഷണീയമായിട്ടുള്ള ഒരു പ്രതികരണത്തിന് ഉടൻ തന്നെ എന്ത് ചെയ്യുന്നു? ഒരു ചോദകം നൽകുന്ന ഒരു പ്രക്രിയ എന്നാണ് പ്രബലനം നമ്മൾ പഠിച്ചിട്ടുള്ളത്. പ്രബലനത്തെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് അല്ലെങ്കിൽ ധനപ്രബലനമെന്നും നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഋണപ്രബലനമെന്നും രണ്ടായിട്ട് തിരിക്കാമെന്നും നമ്മൾ പഠിച്ചതാണ്. ഉൽപ്പാദന പ്രക്രിയയുടെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ മികച്ച ഉൽപ്പാദനക്ഷമതയുടെ അടിസ്ഥാനത്തിൽ ഒരു ഫാക്ടറിയിലെ ജീവനക്കാർക്ക് കൂടുതൽ ആനുകൂല്യം നൽകുന്നതിനെ പോസിറ്റീവ് റീഇൻഫോഴ്സ്മെൻറ്റ് ഉദാഹരണമായിട്ട് പഠിച്ചിട്ടുണ്ട്. ധനപ്രബലനത്തിന് ഉദാഹരണമായിട്ട് പഠിച്ചിട്ടുണ്ട്. പരീക്ഷയ്ക്ക് നല്ല സ്കോർ വാങ്ങുന്ന കുട്ടികളെ അസൈൻമെൻറ്റിൽ നിന്ന് ഒഴിവാക്കുക എന്ന് പറയുന്നത് നെഗറ്റീവ് റീഇൻഫോഴ്സ്മെൻ്റ് ആണ് അല്ലെങ്കിൽ ഋണപ്രബലനമാണെന്നും നമ്മൾ പഠിച്ചതാണ്. അപ്പോൾ പ്രബലനം എന്ന ഇവിടെ ഒരു കൺസെപ്റ്റ് ആരുടേതാണെന്ന് നമുക്കറിയാം, സ്കിന്നറാണ് ഉത്തരം. അടുത്ത 8ാമത്തെ ക്വസ്റ്റ്യൻ ആണ്, അപ്രത്യക്ഷമായ ഒരു അനുബന്ധന പ്രതികരണം കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസം. കണ്ടീഷൻഡ് റെസ്പോൺസ് കുറച്ച് സമയത്തിന് ശേഷം വീണ്ടും പ്രത്യക്ഷപ്പെടുന്ന പ്രതിഭാസത്തെ അറിയപ്പെടുന്നത് വിലോപം, ഉയർന്ന തലത്തിലുള്ള അനുബന്ധനം, പുനഃപ്രാപ്തി, ചോദക സാമാന്യവൽക്കരണം. എക്സ്റ്റിങ്ഷൻ, ഹയർ ഓർഡർ കണ്ടീഷനിങ്, സ്പോണ്ടേനിയസ് റിക്കവറി, സ്റ്റിമുലസ് ജനറലൈസേഷൻ. ഇവിടുത്തെ ഉത്തരവും നമുക്ക് മനസ്സിലായിട്ടുണ്ട്, പഠിച്ചവർക്കറിയാം. പുനഃപ്രാപ്തിയാണ് ഉത്തരം അല്ലെ. സ്പോണ്ടേനിയസ് റിക്കവറിയാണ് ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത്. അതായത് പാവ്ലോവിൻ്റെ പൗരാണികാനുബന്ധന സിദ്ധാന്തം നാം പഠിച്ചിട്ടുള്ളതാണ് അല്ലേ. ഇറച്ചിപ്പൊടി നൽകിയ സമയത്ത് പട്ടിയുടെ വായിൽ നിന്ന് എന്ത് വരുന്നുണ്ട്? സലൈവ വരുന്നുണ്ട്. മണിയച്ച കേൾപ്പിക്കുമ്പോൾ എന്ത് വരുന്നില്ല? സലൈവ വരുന്നില്ല. അതാണ് അനുബന്ധനത്തിന് മുമ്പ് എന്നത് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അനുബന്ധനത്തിന് ശേഷം എന്ന് പറഞ്ഞാൽ മണിയച്ച കേൾപ്പിക്കുമ്പോൾ തന്നെ നായുടെ വായിൽ എന്തിൽ നിന്ന് സലൈവ വരാൻ തുടങ്ങിയിട്ടുണ്ട് അല്ലേ. അതായത് ഇറച്ചിപ്പൊടി കൊടുക്കുമ്പോഴെല്ലാം മണിയച്ച കേൾപ്പിച്ചു. ഇത് കുറേ തവണ ഇങ്ങനെ ആവർത്തിച്ചപ്പോൾ ഇറച്ചിപ്പൊടി കൊടുക്കാതെ തന്നെ മണിയച്ച കേൾപ്പിക്കുമ്പോൾ തന്നെ എന്ത് ചെയ്യുന്നു? നായുടെ വായിൽ നിന്ന് സലൈവ വരാൻ തുടങ്ങി. അതിൽ തന്നെ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ് വിലോപവും പുനഃപ്രാപ്തിയും അല്ലേ. എക്സ്റ്റിങ്ഷനും സ്പോണ്ടേനിയസ് റിക്കവറിയും. വിലോപം അല്ലെങ്കിൽ എക്സ്റ്റിങ്ഷൻ എന്ന് പറഞ്ഞാൽ എന്തായിരുന്നു? മണിശബ്ദവും ഉമിനീർ ശ്രവണവും അതായത് സലൈവ ഇവ തമ്മിലുള്ള ഒരു ബന്ധം ഉറച്ചതിന് ശേഷം മണിശബ്ദത്തെ തുടർന്ന് ആഹാരം കൊടുക്കാതെ മണിശബ്ദം മാത്രം പലതവണ അവതരിപ്പിച്ചാൽ ക്രമേണ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു സലൈവയുടെ പ്രതികരണം ഇല്ലാതായിത്തീരും. അതായത് സലൈവ വരാതെയാകും. അതിനെയാണ് വിലോപം എന്ന് പറയുന്നത് അല്ലേ. എക്സ്റ്റിങ്ഷൻ എന്ന് പറയുന്നത്. അതായത് നമ്മളറിയാം, ഈ ഇറച്ചിപ്പൊടി കൊടുത്തു, മണിശബ്ദത്തോടെ കേൾപ്പിച്ചു, അവസാനം മണിശബ്ദം മാത്രം കേൾപ്പിച്ചപ്പോൾ പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരാൻ തുടങ്ങി. ഇതിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ഈ ശബ്ദം മാത്രം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, മണിയച്ച മാത്രം കേൾപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പക്ഷേ ഇറച്ചി കൊടുക്കുന്നില്ല. അങ്ങനെ വരുമ്പോൾ സമയത്ത് എന്ത് ചെയ്യുന്നു? ക്രമേണ പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരാതെ ആവും. പട്ടിക്ക് മനസ്സിലാവും ഇനി ഇങ്ങനെ വെറുതെ പറ്റിക്കുകയാണ്, വെറുതെ മണിശബ്ദം കേൾപ്പിക്കുകയാണ്, ഇറച്ചി തരത്തില്ല എന്ന് പട്ടി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് പട്ടിയുടെ വായിൽ നിന്ന് സലൈവ വരാതെ ആവുന്നു. പക്ഷേ പിന്നീട് പുനഃപ്രാപ്തി അല്ലെങ്കിൽ സ്പോണ്ടേനിയസ് റിക്കവറി വഴി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇത് തിരിച്ചു കൊണ്ടുവരാൻ പറ്റുമെന്നാണ് പറയുന്നത്. അപ്പോൾ ഇവിടെ സ്പോണ്ടേനിയസ് റിക്കവറി അല്ലെങ്കിൽ പുനഃപ്രാപ്തി എന്ന് പറഞ്ഞാൽ വിലോപം വഴി അപ്രത്യക്ഷമായിട്ടുള്ള പ്രതികരണം തിരിച്ചു കൊണ്ടുവരാൻ സാധിക്കുമെന്നാണ് പാവ്ലോവ് പറയുന്നത്. അതിന് മാർഗമായിട്ട് അദ്ദേഹം പറയുന്നത് അനുബന്ധനത്തിന് ഒരിക്കൽ കൂടി അവസരം നൽകുക, വിലോപത്തിന് ശേഷം അതായത് ഈ എക്സ്റ്റിങ്ഷന് ശേഷം അല്പസമയം അനുവദിക്കുക. ഉദാഹരണം പറയുന്നത് വിലോപം വഴി ഉമിനീർ ശ്രവണ പ്രതികരണം ഇല്ലാതായിത്തീരുമെന്ന് കരുതുക. എന്നാൽ കുറച്ച് കഴിഞ്ഞ് മണിയുടെ ശബ്ദം അവതരിപ്പിച്ചാൽ ഉമിനീർ ശ്രവണം സലൈവ താൽക്കാലികമായിട്ട് വീണ്ടും ഉണ്ടാകുമെന്നാണ്. അതിന് ഒരു സവിശേഷതയാണ് പുനഃപ്രാപ്തി, സ്പോണ്ടേനിയസ് റിക്കവറി എന്ന് പറയുന്നത്. അതുപോലെ തന്നെ അതിന് താഴെയായിട്ട് വിളംബിത അനുബന്ധിത പ്രതികരണം, ഡിലേഡ് കണ്ടീഷൻ റെസ്പോൺസ്, ഇതെല്ലാം ചോദിച്ചിട്ടുള്ള കാര്യങ്ങളാണ്. പാവ്ലോവ് നടത്തിയ പരീക്ഷണത്തിൽ മണിനാദത്തോടൊപ്പം നൽകുന്നതിന് പകരം മണിയടിച്ച് അല്പസമയം കഴിഞ്ഞ് ഭക്ഷണം നൽകുന്നു. മണിനാദം കേൾപ്പിക്കുന്നതും ഭക്ഷണം നൽകുന്നതും തമ്മിലുള്ള സമയവ്യത്യാസം വർദ്ധിപ്പിക്കുന്നു. അപ്പോൾ നായുടെ ഉമിനീർ ശ്രവണം സലൈവ കുറയുന്നതായിട്ട് പാവ്ലോവ് കണ്ടെത്തി. എന്നാൽ ഇടവേള വീണ്ടും വർദ്ധിപ്പിച്ചപ്പം നായുടെ ഉമിനീർ ശ്രവണം രണ്ടാമതും വർദ്ധിച്ച തോതിൽ ഉണ്ടാകുന്നതായിട്ട് കണ്ടു. ചോദകങ്ങൾക്കിടയിലുള്ള സമയവ്യത്യാസവുമായി നായ പൊരുത്തപ്പെട്ടതാണ് ഇതിന് കാരണം. ഈ പ്രതിഭാസത്തെയാണ് വിളംബിത അനുബന്ധിത പ്രതികരണം എന്ന് വിളിക്കുന്നത്. മണിനാദവും ഭക്ഷണവും 1/2 സെക്കൻഡിൻ്റെ വ്യത്യാസത്തിൽ നൽകിയപ്പോഴാണ് ഏറ്റവും കൂടുതൽ ഉമിനീർ സ്രവിച്ചിട്ടുള്ളത്. എന്നാൽ അതാണ് വിളംബിത അനുബന്ധിത പ്രതികരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതിന് താഴെയായിട്ട് ചോദക സാമാന്യവൽക്കരണം, സ്റ്റിമുലസ് ജനറലൈസേഷൻ, ഇതും പലതവണ ചോദിച്ചിട്ടുണ്ട് ഉദാഹരണങ്ങളിലൂടെ. അഭ്യസിച്ച ഒരു പ്രതികരണത്തിന് ആസ്പദമായിട്ടുള്ള ചോദകവുമായിട്ട് സാമ്യമുള്ള ചോദകങ്ങളെ പ്രത്യക്ഷപ്പെടുമ്പോൾ അഭ്യസിച്ച പ്രതികരണം തന്നെ ഉണ്ടാകാനുള്ള പ്രവണതയാണ് ചോദക സാമാന്യവൽക്കരണം എന്ന് വിളിക്കുന്നത്. അതായത് പാവ്ലോവിൻ്റെ പരീക്ഷണത്തിൽ അനുബന്ധിത ചോദകമായ മണിശബ്ദത്തിന് ഏറ്റക്കുറച്ചിലുണ്ടായാലും
ഉമിനീർ ശ്രവണം സലൈവ എന്ന പ്രതികരണം തന്നെ ഉണ്ടാകുന്നു. എന്നാൽ വ്യത്യാസങ്ങൾ വർദ്ധിക്കും തോറും പ്രതികരണം എന്ത് ചെയ്യുന്നു? ദുർബലമായി തീരുന്നു എന്നാണ് പറയുന്നത്. അതിനെയാണ് ചോദക സാമാന്യവൽക്കരണം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ചോദക വിവേചനം സ്റ്റിമുലസ് ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ശബ്ദത്തിൽ ഏറ്റക്കുറച്ചിലുള്ള 2 മണിനാദങ്ങളിൽ ഭക്ഷണം നൽകിയപ്പോൾ ഭക്ഷണം ലഭിച്ച മണിനാദത്തോട് മാത്രം നായ അനുകൂലമായിട്ട് പ്രതികരിച്ചു. ഇപ്രകാരം ഏറെക്കുറെ സമാന ശബ്ദങ്ങൾക്കിടയിലുള്ള വ്യത്യാസങ്ങൾ പോലും നായക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. ഈ തിരിച്ചറിയൽ പ്രക്രിയയാണ് ചോദക വിവേചനം എന്ന് പറയുന്നത്. ഇപ്പം കറുത്ത പട്ടിയുടെ കടിയേറ്റ കുട്ടിക്ക് വെളുത്ത പട്ടിയെ കാണുമ്പോൾ ഭയമില്ല എന്നതുകൊണ്ട് ഇവിടെ അർത്ഥമാക്കുന്നത് എന്താണെന്ന് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഈ ഒരു ഇതുമായി ബന്ധപ്പെട്ടൊരു ക്വസ്റ്റ്യൻ നമ്മൾ ചർച്ച ചെയ്തിട്ടുള്ളതാണ്. അപ്പോൾ ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. 9ാമത്തെ ക്വസ്റ്റ്യൻ, പ്രകടനപര ബുദ്ധിമാപിനി ഏറ്റവും അനുയോജ്യമായത് ബധിരമുഖ കുട്ടികൾക്ക്, പിന്നോക്കക്കാരായ കുട്ടികൾക്ക്, ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക്, പ്രതിഭാസമ്പന്നരായ കുട്ടികൾക്ക്. ഇവിടെ പ്രകടനപര ബുദ്ധിമാപിനി ഓപ്ഷൻ സി ആണ് ഉത്തരം. ബുദ്ധിമാന്യമുള്ള കുട്ടികൾക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളത്. അതായത് നമ്മൾ പഠിച്ചതാണ് പ്രകടനപര ബുദ്ധിമാപിനി നിർമ്മിച്ച പ്രധാനപ്പെട്ട സൈക്കോളജിസ്റ്റ് ആരാണെന്ന് ചോദിച്ചിട്ടുള്ളതാണ്. CM ഭാട്ടിയ എന്ന് പറയുന്ന ഒരു സൈക്കോളജിസ്റ്റ് 1955 1955 അദ്ദേഹം ഈ ഒരു പ്രകടനപര ബുദ്ധിമാപിനി നിർമ്മിച്ചിട്ടുള്ളത്. 10ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്, ഒരു നഴ്സറി കുട്ടി നിർബന്ധിച്ച് എഴുതിക്കരുതെന്ന് പറയാൻ കാരണം ബുദ്ധി കുറവായതുകൊണ്ട്, സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവ്, സ്ഥൂലപേശികളുടെ പക്വതക്കുറവ്, താല്പര്യക്കുറവ്. ഇവിടെ ഉത്തരവെന്ന് പറയുന്നത് ബി ആണ്, സൂക്ഷ്മപേശികളുടെ പക്വതക്കുറവാണ്. ഈ ശിശുവികാസ ഘട്ടങ്ങളിൽ നമ്മൾ ഈ സൂക്ഷ്മപേശികളുടെയും സ്ഥൂലപേശികളുടെയും കാര്യങ്ങൾ പഠിച്ചിട്ടുള്ളതാണ്. സ്ഥൂലപേശി വികാസം എന്ന് പറഞ്ഞാൽ പടികൾ കയറുകയും ഇറങ്ങുകയും ചെയ്യുമ്പോഴും, മുച്ചക്ര വാഹനം ചവിട്ടുമ്പോഴും, നിമിഷം നേരത്തെ ഒറ്റക്കാലിൽ നിൽക്കുന്നതിനൊക്കെ സഹായിക്കുന്നത് സ്ഥൂലപേശികളുടെ വികാസമാണ്. സൂക്ഷ്മപേശിയുടെ വികാസം എന്ന് പറഞ്ഞാൽ നെടുകയും കുറുകയുമുള്ള വരകൾ വരയ്ക്കാൻ, വട്ടം എന്നിവ വരയ്ക്കുന്നതിന് താല്പര്യപ്പെടുന്നത്, ക്രയോൺസ്, പെൻസിൽ ഇവ ഉപയോഗിക്കാൻ, 10 ക്യൂബുകൾ വരെ അടുക്കാനൊക്കെ നമുക്ക് സൂക്ഷ്മപേശികളുടെ സഹായമാണ് ആവശ്യമുള്ളതെന്ന് പറയുന്നത് അല്ലേ. അവിടെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. ഒറ്റക്കാലിൽ നിൽക്കുന്നതിനും കത്രിക ഉപയോഗിച്ച് പേപ്പറുകൾ മുറിക്കുന്നതിനുമൊക്കെ സ്ഥൂലപേശികളുടെ വികാസം സാധ്യമാകുമ്പോൾ സൂക്ഷ്മപേശികളുടെ വികാസം ചതുരവും അധിക ചിഹ്നവും വരയ്ക്കാനും 2 മുതൽ 4 വരെ അവയവങ്ങളോട് കൂടിയ മനുഷ്യനെ വരയ്ക്കാനും ഒക്കെ സാധിക്കുന്നത് സൂക്ഷ്മപേശികളുടെ വികാസം സംബന്ധിച്ചാണ്. വള്ളിച്ചാട്ടം ചാടാൻ, സ്കിപ്പിങ്ങിന് നമുക്ക് സ്ഥൂലപേശി വികാസം സഹായിക്കുമ്പം ത്രികോണം വരയ്ക്കാനും മനുഷ്യൻ്റെ രൂപം പൂർത്തീകരിക്കാനും ചിത്രം വരച്ച് നിറം നൽകുന്ന പ്രധാന പ്രവർത്തനമാകുന്നതും ചുറ്റുപാടുമുള്ള മനസ്സിൽ തങ്ങിയ കാര്യങ്ങൾ മിഴിവോടെ വരയ്ക്കാനും ഒക്കെ സഹായിക്കുന്നത് സൂക്ഷ്മപേശികളുടെ വികാസമാണ്. 11ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു കുട്ടിയുടെ സാമൂഹ്യവൽക്കരണത്തിൻ്റെ പ്രാഥമിക സ്രോതസ് എന്ന് പറയുന്നത് ഓപ്ഷൻ എ കുടുംബം, ഓപ്ഷൻ ബി അയൽപ്പക്കം, ഓപ്ഷൻ സി സ്കൂള്, ഓപ്ഷൻ ഡി മതം. ഇവിടെ ഉത്തരം നമുക്കറിയാം, കുടുംബമാണല്ലേ. ഓപ്ഷൻ എ കുടുംബമാണ്, നമുക്കറിയാവുന്നതാണ്. 12ാമത്തെ ക്വസ്റ്റ്യൻ, പരിഹാര ബോധനത്തിനായി കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കാവുന്ന ടെസ്റ്റ് ഏതാണ്? പഠന നേട്ടം അളക്കാനുള്ള ടെസ്റ്റ് നിദാനശോധകം, ബുദ്ധിമാപിനി, മാനകീകൃത ശോധകം. ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. പരിഹാര ബോധനത്തിനായിട്ട് കുട്ടികളുടെ പഠന പ്രശ്നങ്ങൾ കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് നിദാനശോധകം അല്ലെങ്കിൽ ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത്. ഒരു കുട്ടി എന്തെല്ലാം നേടിയില്ല എന്ന് നിർണ്ണയിക്കുന്ന ശോധകമാണ് അല്ലേ. നമ്മൾ പഠിപ്പിച്ച പാഠഭാഗത്തിൽ കുട്ടിക്ക് എന്തെല്ലാം മനസ്സിലായില്ല എന്ന് കണ്ടെത്താൻ ഉപയോഗിക്കുന്ന ടെസ്റ്റാണ് ഡയഗ്നോസ്റ്റിക് ടെസ്റ്റ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ നിദാനശോധകം എന്ന് പറയുന്നത്. 13ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ പ്രക്ഷേപണ തന്ത്രം പ്രയോജനപ്പെടുത്താത്ത വ്യക്തിത്വ മാപന രീതി? റോഷ കിങ്ബ്ലോട്ട് ടെസ്റ്റ്, തീമാറ്റിക് അപ്പർസെപ്ഷൻ ടെസ്റ്റ്, വേർഡ് അസോസിയേഷൻ ടെസ്റ്റ്, ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി. ഇവിടെ ഉത്തരം ഡി ആണ്, ഐസങ് പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആണ്. ഇവിടെ ഐസങ്ങിൻ്റെ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി ആണ് ഉത്തരം എന്ന് പറയാൻ കാരണം ഒരു വ്യക്തിയുടെ പേഴ്സണാലിറ്റിയെ മെഷർ ചെയ്യാനുള്ള ടൂളാണ് ഈ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി എന്ന് പറയുന്നത്. ഐസങ്ങിൻ്റെ പേഴ്സണാലിറ്റി ഇൻവെൻറ്ററി. ബാക്കിയെന്ന് പറയുന്നത് എന്താണ്, എല്ലാം പേഴ്സണാലിറ്റി അസസ്മെൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പ്രൊജക്റ്റീവ് ടെക്നിക്സിന് ഉദാഹരണങ്ങളാണ്. 14ാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മയും പറയുന്ന പേര്? കൺസർവേഷൻ, അഹംകേന്ദ്രീകൃതം, ഈഗോസെൻട്രിസം, വസ്തുസ്ഥൈര്യം, ഒബ്ജക്റ്റീവ് പെർമനൻസ്, ഇറിവേഴ്സിബിലിറ്റി. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ബി ആണ്, ഈഗോസെൻട്രിസം, അഹംകേന്ദ്രീകൃതമാണ് അല്ലേ. സ്വന്തം കണ്ണിലൂടെ അല്ലാതെ മറ്റുള്ളവരുടെ കണ്ണിലൂടെ ലോകത്തെ കാണാനുള്ള കഴിവില്ലായ്മയാണ് അഹം കേന്ദ്രീകൃതം എന്ന് പറയുന്നത്. അഹംകേന്ദ്രീകൃതം എന്ന് പറഞ്ഞാൽ തൻ്റെ ആഗ്രഹങ്ങളും അതുപോലെ തന്നെ ആവശ്യങ്ങളും മറ്റുള്ളവരെ അപേക്ഷിച്ച് കൂടുതൽ പ്രാധാന്യം നൽകുന്ന ഒരു മനോഭാവത്തെ നമുക്ക് എന്ത് പറയാം, ഈഗോസെൻട്രിസം എന്ന് പറയാം അല്ലേ. സ്വന്തം കാര്യം മാത്രം താല്പര്യം കാണിക്കുന്ന അല്ലെങ്കിൽ സ്വന്തത്തിനോട് മാത്രം, സ്വന്തം ആഗ്രഹങ്ങളോടും ആവശ്യങ്ങളോടും മാത്രം പ്രാധാന്യം കൊടുക്കുന്നതിനെയാണ് ഈഗോസെൻട്രിസം എന്ന് പറയുന്നത്. ഇവിടെ ഒരു കൺസർവേഷൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നതെന്ന് പറഞ്ഞാൽ എന്താണ്, ഇപ്പം സംരക്ഷണം അല്ലെങ്കിൽ ഒരു പരിപാലനം എന്നൊക്കെയാണ് ആ ഒരു മീനിങ് എന്ന് പറയുന്നത്. ഒബ്ജക്റ്റീവ് പെർമനൻ്റ് ആൻഡ് ഇറിവേഴ്സിബിലിറ്റി ഒക്കെ നമ്മൾ പിയാഷയുടെ കോഗ്നിറ്റീവ് ആ ഒരു സ്റ്റേജസിൽ നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. 15ാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവരിൽ സാമൂഹ്യജ്ഞാന നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്നത് ആരാണ്? പിയാഷെ, ബ്രൂണർ, സ്കിന്നർ, ലെവിൻ. ഇവിടെ ഉത്തരവെന്ന് പറയുന്ന ആരാണ്? ഓപ്ഷൻ ബി ബ്രൂണറാണ് അല്ലേ. സാമൂഹ്യജ്ഞാന നിർമ്മാതാവായിട്ട് താഴെ പറയുന്നവരിൽ അറിയപ്പെടുന്നത്. ഇവിടെ സാമൂഹ്യജ്ഞാന നിർമ്മാതാവായിട്ട് അറിയപ്പെടുന്നത് അല്ലേ, സോഷ്യൽ കൺസ്ട്രക്റ്റിവിസ്റ്റ് ആയിട്ട് അറിയപ്പെടുന്ന ആരെയാണ്? ബ്രൂണറിനെയാണ്. നമുക്കറിയാം പഠനം ഒരു സജീവമായിട്ടുള്ള ഒരു സാമൂഹിക പ്രക്രിയയാണെന്ന് ഒരു വൈഗോട്സ്കിയൻ കൺസെപ്റ്റിൻ്റെ അടിസ്ഥാനത്തിൽ
മുമ്പോട്ട് വന്നിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് ബ്രൂണർ എന്ന് പറയുന്നത്. അത് നമ്മുടെ വൈഗോട്സ്കിയൻ ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ട് തിയറികൾ ഉണ്ടാക്കുകയും അതുമായി ബന്ധപ്പെട്ട പഠനങ്ങൾ നടത്തുകയും ചെയ്തിട്ടുള്ളൊരു സൈക്കോളജിസ്റ്റ് തന്നെയാണ് ബ്രൂണർ എന്ന് പറയുന്നത്. കുട്ടികളുടെ ബുദ്ധിപരമായിട്ടുള്ള വികാസത്തെ ത്വരിതപ്പെടുത്തുക, കൂടുതൽ മികവുറ്റതാക്കുക എന്ന രീതിയിൽ ഒരു സാംസ്കാരിക ഉപകരണം, ഒരു കൾച്ചറൽ ടൂൾ മാത്രമാണ് വിദ്യാഭ്യാസം എന്നാണ് നമ്മുടെ ബ്രൂണർ അഭിപ്രായപ്പെട്ടിട്ടുള്ളത്. അപ്പോൾ അത്തരത്തിലൊരു വൈഗോട്സ്കിയൻ കൺസെപ്റ്റിലാണ് അദ്ദേഹവും പ്രവർത്തിച്ചിട്ടുണ്ടായിരിക്കുക. 16ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു ഗ്രൂപ്പിലെ അംഗങ്ങൾ തമ്മിലുള്ള അടുപ്പം, അനിഷ്ടം, മറ്റ് വ്യക്തിബന്ധങ്ങൾ എന്നിവ പഠിക്കാൻ അനുയോജ്യമായിട്ടുള്ള മനഃശാസ്ത്ര രീതി, പ്രക്ഷേപണ രീതി, സാമൂഹിക മിതി, നിരീക്ഷണ രീതി, ഫീൽഡ് സ്റ്റഡി. ഇതും പഠിച്ചതാണ്. സാമൂഹിക മിതിയാണ് ഉത്തരം. സോഷ്യോമെട്രിക് ടെക്നിക്കാണ് ഇവിടെ ഉത്തരം എന്ന് പറയുന്നത്. ജെൽ മൊറീനയുടെ സമൂഹമിതി സോഷ്യോമെട്രി നമുക്കറിയാം. ഒരു സംഘത്തിലെ അംഗങ്ങളുടെ സ്വീകരണ പ്രവണതയും അതുപോലെ തന്നെ തിരസ്കരണ പ്രവണതയും അളക്കുവാൻ ഒരു സോഷ്യോഗ്രാം നിർമ്മിക്കുന്നുണ്ടല്ലോ, റിസപ്റ്റീവും റിജക്റ്റീവിനെ മനസ്സിലാക്കാൻ വേണ്ടി കുട്ടികൾക്കിടയിൽ. ഇതിൽ കൂടുതൽ അംഗങ്ങൾ തിരഞ്ഞെടുക്കുന്നവരെ സ്റ്റാർ എന്നും, ചെറിയ അംഗങ്ങൾ തമ്മിൽ ഗാഢമായിട്ടുള്ള ബന്ധം പുലർത്തുന്നവരെ ക്ലിക്കുകളെന്നും, അത് ആരാലും തിരഞ്ഞെടുക്കപ്പെടാത്തവരെ ഐസൊലേറ്റ്സ് എന്നും, ഒറ്റപ്പെട്ടവരെന്നും ഒക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിൽ പഠനം നടത്തിയിട്ടുള്ള ജെൽ മൊറീനയുടെ സമൂഹമിതി സോഷ്യോമെട്രി നമ്മൾ പഠിച്ചതാണ്. അപ്പം ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് സോഷ്യോമെട്രിക് ടെക്നിക്കാണെന്ന് മനസ്സിലായി. അടുത്ത ക്വസ്റ്റ്യൻ, മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? തെറ്റായ പഠനം, പ്രതിരോധ തന്ത്രങ്ങൾ, സ്വപ്നം കാണുന്നത്, ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നത്. ഉത്തരം എന്ന് പറയുന്നത് ഓപ്ഷൻ ഡി ആണ് അല്ലേ. ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതാണ് മനോവിശ്ലേഷണ സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നതെന്നാണ്. അതായത് വേദനാജനകമായിട്ടുള്ള അനുഭവങ്ങളും നടക്കാത്ത സ്വപ്നങ്ങളും പ്രതീക്ഷാജനകമായിട്ട് പ്രതീക്ഷകളും അല്ലേ, നമുക്ക് നടക്കാത്ത പ്രതീക്ഷകളും കാര്യങ്ങളും ഒക്കെ നമ്മൾ എന്ത് ചെയ്യുന്നു, അബോധ മനസ്സിലേക്ക് നമ്മൾ ആഴ്ത്തപ്പെടുകയാണ് ചെയ്യുന്നത്. അതിനാൽ ഒരു വ്യക്തിയെ നിയന്ത്രിക്കുന്നത് അടിച്ചമർത്തപ്പെട്ട ആഗ്രഹങ്ങളും ഭയങ്ങളുമാണെന്നാണ് ആര് പറയുന്നത്? ഫ്രോയിഡ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെയാണ് സൈക്കോ അനലിറ്റിക് അപ്രോച്ചിലെ തിയറി നമുക്കറിയാം. ആ ഒരു സിദ്ധാന്ത പ്രകാരം ലഘു മാനസിക രോഗങ്ങൾക്ക് കാരണമാകുന്നത് എന്താണ്? ഇവിടെ ആഗ്രഹങ്ങൾ അടിച്ചമർത്തുന്നതാണ്. 18ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു അധ്യാപകൻ ക്ലാസ്സിൽ എപ്പോഴും ആൺകുട്ടികളുടെ പ്രതികരണങ്ങളെ പ്രശംസിക്കുകയും പെൺകുട്ടികളുടെ പ്രതികരണങ്ങൾ അവഗണിക്കുകയും ചെയ്യുന്നു. ഇത് സൂചിപ്പിക്കുന്നത് ജെൻഡർ സെൻസിറ്റിവിറ്റി, ജെൻഡർ ബയാസ്, ജെൻഡർ റോൾ, ജെൻഡർ ഐഡൻറ്റിറ്റി. ജെൻഡർ ബയാസ് ആണ്. ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ ലിംഗവിവേചനം അല്ലെ, പക്ഷപാതവും എന്നൊക്കെ പറയാം. ഒരാളുടെ ലിംഗത്തെ അടിസ്ഥാനമാക്കി അവരെ അവഗണിക്കുകയോ നിഷേധിക്കുകയോ തകർന്നാണതായിട്ട് കണക്കാക്കുകയൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയാണ് ജെൻഡർ ബയാസ് അല്ലെങ്കിൽ ജെൻഡർ ഡിസ്ക്രിമിനേഷൻ എന്നൊക്കെ പറയുന്നത്. ഒരു ജോലിയിലാവാം, സമൂഹത്തിലാകാം, വീട്ടിലാകാം, രാഷ്ട്രീയത്തിലൊക്കെ ആകാം അല്ലേ. ഇതിനെയാണ് ജെൻഡർ ഡിസ്ക്രിമിനേഷൻ. ലിംഗസ്വത്വം, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വ്യക്തി തന്നെ ഏത് ലിംഗത്തിൽപ്പെടുന്നവനാണെന്ന് അറിയുന്ന ഒരവസ്ഥയിൽ അതിന് നമുക്ക് എന്താ പറയുക, ഡിസ്ജെൻഡർ അല്ലെങ്കിൽ ട്രാൻസ്ജെൻഡർ, നോൺ ബൈനറി, ക്വയർ അങ്ങനെയൊക്കെ തരംതിരിക്കാൻ പറ്റും. അപ്പോൾ ആ സ്വന്തം ഒരു വ്യക്തി അയാൾ ഏത് ലിംഗത്തിൽപ്പെട്ടവനാണ്, ഏത് ജെൻഡറാണെന്ന് മനസ്സിലാക്കുന്നതിനെയാണ് ലിംഗസ്വത്വം, ജെൻഡർ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത്. ലിംഗ സമത്വം അല്ലെങ്കിൽ ജെൻഡർ ഇക്വാലിറ്റിയൊക്കെ നമുക്കറിയാം. പുരുഷന്മാരും സ്ത്രീകളും സമൂഹത്തിൽ തുല്യ പങ്കാളികളാണെന്നും അവർക്ക് ഒരേ അവകാശങ്ങളും ഉത്തരവാദിത്തങ്ങളും ഒക്കെ ഉണ്ടെന്ന് അംഗീകരിക്കുന്നതാണ് ലിംഗസമത്വം. 19ാമത്തെ ക്വസ്റ്റ്യൻ, പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ഒരാശയത്തിലെത്തുന്നു. ഇത്തരം യുക്തിചിന്തയെ വിശേഷിപ്പിക്കാവുന്നത്? ഡിഡക്റ്റീവ് ചിന്ത, നിഗമചിന്ത, ആഗമചിന്ത, ഇൻഡക്റ്റീവ് തിങ്കിങ്, നിഗമ ചിന്ത, ഡിഡക്റ്റീവ് തിങ്കിങ്, അയുക്ത ചിന്ത, ഇല്ലോജിക്കൽ. അങ്ങനെ കുറേ ചിന്തകളൊക്കെ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ ഉത്തരം പല പരീക്ഷണ സന്ദർഭങ്ങളിലൂടെ ഒരു കുട്ടി സാമാന്യവൽക്കരിച്ച ആശയത്തിലെത്തുന്നതിനെ നമുക്ക് എന്ത് പറയാം? ആഗമചിന്ത അല്ലെങ്കിൽ ഇൻഡക്റ്റീവ് തിങ്കിങ് എന്ന് പറയാം. ഇതും കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ആഗമന ചിന്ത അല്ലെങ്കിൽ ആഗമന രീതി എന്നൊക്കെ പറഞ്ഞാൽ ഉദാഹരണങ്ങളിൽ നിന്ന് പൊതുവായതിലേക്ക് എത്തിച്ചേരുന്നതിനെയാണ് ആഗമന രീതി എന്ന് പറയുന്നത്. നിഗമന രീതി അല്ലെങ്കിൽ ഡിഡക്റ്റീവ് എന്ന് പറഞ്ഞാൽ ഒരു പൊതുവായത് പഠിച്ചിട്ട് പ്രത്യേകമായതിലേക്ക് പോകുന്നതിനെയാണ് ഡിഡക്റ്റീവ് അല്ലെങ്കിൽ നിഗമന രീതി എന്ന് പറയുന്നത് അല്ലേ. ഇൻഡ്യൂറ്റീവ് എന്ന് പറയുന്നത് തീരുമാനങ്ങൾ എടുക്കുന്നതിനും പ്രോബ്ലം സോൾവ് ചെയ്യുന്നതിനും ഉപയോഗിക്കുന്ന ഒരു തിങ്കിങ് പ്രോസസ്സിനെയാണ് പറയുന്നത്. വളരെ വേഗതയോടെയും കാര്യക്ഷമതയോടെയും എഫിഷ്യൻ്റായിട്ടൊക്കെ നടക്കുന്ന ഒരു പ്രോസസ്സിനെയാണ് ഇൻഡ്യൂറ്റീവ് മെത്തേഡ് എന്നൊക്കെ പറയുന്നത്. അപ്പോൾ ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് ആഗമചിന്ത അല്ലെങ്കിൽ ഇൻഡക്റ്റീവാണ്. 20ാമത്തെ ക്വസ്റ്റ്യൻ, ഒരു വ്യക്തിയുടെ മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന സിദ്ധാന്തം. ഉത്തരം അറിയാം, നോക്കേണ്ടതില്ല. മനോസാമൂഹിക വികാസം വിശദീകരിക്കുന്ന തിയറി എറിക്സൻ്റെതാണ് അല്ലേ. ഈ സാമൂഹിക വികാസവുമായി ബന്ധപ്പെട്ട വളരെ ശക്തമായിട്ടുള്ള കാഴ്ചപ്പാടുകൾ മുന്നോട്ട് വെച്ചിട്ടുള്ള ഒരു സൈക്കോളജിസ്റ്റാണ് എറിക് എച്ച് എറിക്സൺ എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ്. അദ്ദേഹം മനോസാമൂഹിക വികാസം 8 ഘട്ടങ്ങളിലൂടെയാണ് സാധ്യമാകുന്നതാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഓരോ ഘട്ടത്തിനും അതിൻ്റേതായ പ്രതിസന്ധി ഉണ്ടെന്നും അതെങ്ങനെയാണ് തരണം ചെയ്യുന്നത് എന്നതിൻ്റെ അടിസ്ഥാനത്തിലായിരിക്കും ഒരാളുടെ വ്യക്തിത്വം രൂപപ്പെടുന്നതെന്നാണ്
അദ്ദേഹത്തിൻ്റെ തിയറിയിൽ അദ്ദേഹം പറയുന്നത്. അതിൽ 8 ഒന്നാമത്തെയാണ് പ്രാഥമിക വിശ്വാസം ഓർ അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ്. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നോക്കിയതാണ്. ഒരു വയസ്സ് വരെയുള്ളൊരു കാലമാണ് പ്രാഥമിക വിശ്വാസം അല്ലെങ്കിൽ അവിശ്വാസം, ബേസിക് ട്രസ്റ്റ് വേഴ്സസ് ബേസിക് മിസ്ട്രസ്റ്റ് എന്ന് പറയുന്നത്. ആദ്യ കൊല്ലത്തെ അനുഭവങ്ങളിൽ നിന്ന് തന്നെ ലോകത്തിൻ്റെ വിശ്വാസ്യതയെക്കുറിച്ച് ഒരു പ്രാഥമിക ധാരണ ശിശുവിൽ ഉടലെടുക്കുന്നുണ്ട്. തൻ്റെ ആവശ്യങ്ങളൊക്കെ സുഗമമായിട്ട് നിറവേറ്റപ്പെടുകയും ആഹ്ലാദകരമായ തരത്തിൽ സ്നേഹവും പരിചരണവും ലഭിക്കുകയും ചെയ്താൽ ലോകത്തെക്കുറിച്ച് പോസിറ്റീവായിട്ടുള്ളൊരു ബോധം നാമ്പെടുക്കുമെന്നാണ് ആ ഒരു ഘട്ടത്തിൽ അദ്ദേഹം പറയുന്നത്. രണ്ടാമത്തെയാണ് ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട്, സ്വാശ്രയത അല്ലെങ്കിൽ ജാള്യതയും സംശയവും. 1 മുതൽ 3 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണ്. തന്നെ നിയന്ത്രിക്കുന്നതിനുള്ള കഴിവ് ആദ്യമായിട്ട് പരീക്ഷിക്കപ്പെടുന്നത് മലവിസർജനത്തിൻ്റെ നിയന്ത്രണങ്ങൾ വരുമ്പോഴാണ്. ഇതിൽ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന വികാരമാണ് ജാള്യത എന്ന് പറയുന്നത്. കൊച്ചുകുട്ടികളിലൊക്കെ ഉണ്ടാകാറുള്ളതാണ്. തൻ്റെ ദൗർബല്യങ്ങൾ മറ്റുള്ളവരറിയുമ്പോഴുണ്ടാകുന്ന അവസ്ഥയാണിത്. അടക്കി നിർത്തൽ, സ്വന്തമാക്കി വെക്കൽ, വിട്ടുകൊടുക്കാൻ മനസ്സില്ലായ്മ എന്നീ ശീലങ്ങൾ ഒരു വശത്തും കളയൽ, കൊടുക്കൽ, ഉദാരത, ധാരാളിത്തം, ധൂർത്ത് എന്നീ ശീലങ്ങൾ മറുവശത്തുമായിട്ട് പല തരത്തിലുള്ള പരീക്ഷണങ്ങൾ കൂട്ടിമുതിരുന്നൊരു ഘട്ടമാണ് ഈ 3 വയസ്സ് വരെയുള്ള സ്വാശ്രയത അല്ലെങ്കിൽ ജാള്യതയും സംശയവും, ഓട്ടോണമി വേഴ്സസ് ഷെയിം ആൻഡ് ഡൗട്ട് എന്ന് പറയുന്നൊരു കാലഘട്ടത്തിൽ വരുന്നത്. മുൻകൈ എടുക്കൽ കുറ്റബോധം, ഇനിഷ്യേറ്റീവ് വേഴ്സസ് ഗിൽഡ് എന്ന് പറയുന്ന 3ാമത്തെ ഘട്ടമാണ്. അത് 3 വയസ്സ് മുതൽ 6 വയസ്സ് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ്. ശാരീരികവും ബുദ്ധിപരവും ഭാഷാപരവുമായിട്ടുള്ള വികാസം സാധിക്കുന്നതോടെ കുട്ടി സ്വന്തമായി പലതും ചെയ്തു തുടങ്ങുകയും കൂടുതൽ ഉഷാറാവുകയും ചെയ്യുന്നുണ്ട്. കുറേയൊക്കെ സാഹസികമായി തന്നെ അത്രയൊന്നും ഉറപ്പില്ലാത്ത കാര്യങ്ങൾ ചെയ്യുവാനും കുട്ടി ശ്രമിക്കും. ഈ ഘട്ടത്തിലാണ് വ്യക്തിത്വത്തിൽ സദാചാരത്തിൻ്റെ ഒരു തലം ഉണ്ടായി വരുന്നതായിട്ട് പറയുന്നതാണ് ഈ ഒരു ഘട്ടത്തിൽ മുൻകൈ എടുക്കൽ കുറ്റബോധം ആ ഒരു ഘട്ടത്തിൽ വരുന്നത്. 4ാമത്തെയാണ് ഊർജ്ജസ്വലത ഓർ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി. 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെയുള്ള ഒരു ഘട്ടമാണ്. മുതിർന്നവരുടെ ലോകത്ത് നിന്നും കുട്ടികൾ സമപ്രായക്കാരുടെ ലോകത്തെത്തുന്നു എന്നതാണ് പ്രധാന പ്രത്യേകത. ഈ ഘട്ടത്തിൽ വെച്ചിട്ടാണ് സ്കൂൾ കുട്ടിയുടെ ജീവിതത്തിൽ പ്രാധാന്യത്തോടെ എത്തിച്ചേരുന്നത്. മറ്റുള്ളവരുമായി കൂട്ടുകൂടാനും സഹകരണ മനോഭാവത്തോടെ പ്രവർത്തിക്കാനും അവരുടെ അംഗീകാരം നേടിയെടുക്കാനും കഴിയണം. ഇതിലൊക്കെ പരാജയപ്പെടുമ്പോൾ ഉണ്ടാകുന്ന ഒരു മാനസിക ഭാവമാണ് അപകർഷത എന്ന് പറഞ്ഞാൽ. ഒന്നുകിൽ ഉണർവും ആത്മവിശ്വാസവും പ്രതീക്ഷകളും, അല്ലെങ്കിൽ അപകർഷത. ഇവ രൂപപ്പെടുന്നതിൽ വിദ്യാലയ അന്തരീക്ഷത്തിൽ നിന്നും അനുഭവങ്ങൾക്കും വളരെ നിർണായകമായ ഒരു സ്ഥാനമാണുള്ളതെന്നാണ് നമ്മുടെ എറിക്സൺ പറയുന്നത്. ഊർജ്ജസ്വലത ഓർ അപകർഷത, ഇൻഡസ്ട്രി വേഴ്സസ് ഇൻഫീരിയറിറ്റി, 6 വയസ്സ് മുതൽ 12 വയസ്സ് വരെ. 5ാമത്തെ ഘട്ടമാണ് സ്വബോധം ഓർ റോൾ സംശയങ്ങൾ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ. കൗമാര കാലഘട്ടമാണ്. 12 വയസ്സ് മുതൽ 18 വയസ്സ് വരെയുള്ള കാലഘട്ടമാണിത്. കൗമാരകാലത്തെ അസ്തിത്വ പ്രതിസന്ധിയെക്കുറിച്ചുള്ള കാഴ്ചപ്പാടുകളാണ് എറിക്സൻ്റെ സിദ്ധാന്തത്തിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ളത്. ശാരീരികപരമായിട്ട് ഒരുപാട് മാറ്റങ്ങൾ വന്നു തുടങ്ങുകയും ലൈംഗിക പക്വത ഉണ്ടായി വരികയും ബുദ്ധിപരമായിട്ടുള്ള വികാസം സാധ്യമാവുകയും ചെയ്യുന്നതോടെ കുട്ടിക്കാലത്തോട് വിട പറയേണ്ടി വരുന്ന ഒരാൾ, എന്നാൽ മുതിർന്നവരുടെ ലോകത്ത് എത്താതിരിക്കുകയും ചെയ്യുന്ന ഒരാൾ, ആൾ അനുഭവിക്കേണ്ടി വരുന്ന സംശയങ്ങളും പ്രശ്നങ്ങളും ഒക്കെയാണ് ഈ ഒരു കൗമാരകാലത്തെ പ്രധാനമാക്കുന്നതെന്ന് പറയുന്നത്. സ്വന്തം ജീവിതത്തിന് ഒരർത്ഥം സൃഷ്ടിക്കാനും തൻ്റെ റോൾ എന്താണെന്ന് തിരിച്ചറിയാൻ സാധിക്കലാണ് ഈ ഒരു പ്രായത്തിൽ വേണ്ടത്. ഇതിന് കഴിയാതെ വരുമ്പം ജീവിതം അർത്ഥശൂന്യമായിട്ട് അനുഭവപ്പെടുകയും തന്നെക്കുറിച്ചും ലോകത്തെക്കുറിച്ചുമുള്ള സംശയങ്ങളൊക്കെ വ്യക്തിത്വത്തെ ഭരിക്കാൻ തുടങ്ങുകയൊക്കെ ചെയ്യുന്നുണ്ട്. 6ാമത്തെ ഘട്ടമാണ് ആഴത്തിലുള്ള അടുപ്പം ഓർ ഒറ്റപ്പെടൽ, ഇൻറ്റിമസി വേഴ്സസ് ഐസൊലേഷൻ. യൗവന കാലഘട്ടം 18 വയസ്സ് മുതൽ ഏകദേശം 35 വയസ്സ് വരെയുള്ളൊരു കാലഘട്ടമാണിത്. കൗമാരത്തിലുണ്ടായി വന്നിട്ടുള്ള സ്വബോധത്തെ മറ്റുള്ളവരുടേതായിട്ടുള്ള ലയിപ്പിക്കാനുള്ള വെമ്പലാണ് യൗവനത്തിലെത്തുന്ന ഒരാളുടെ മാനസിക ഭാവം. ആഴത്തിലുള്ള അടുപ്പങ്ങളിൽ ഒരാൾ സ്വയം നഷ്ടപ്പെടുന്നു. സ്നേഹത്തിൻ്റെ സ്വകാര്യതയിൽ, ലൈംഗികമായ കൂടിച്ചേരലിൽ, ഉറ്റ സൗഹൃദങ്ങളിൽ, ഹൃദയപൂർവ്വമായ അനുഭവങ്ങളിൽ പക്വമായ സ്വഭാവബോധം ഉണ്ടായി വന്നിട്ടുള്ളവർക്ക് മാത്രമേ തൻ്റെ ശക്തിയും ദൗർബല്യങ്ങളും മറ്റൊരാൾക്ക് മുന്നിൽ തുറന്നു കാട്ടാനും മറയില്ലാതെ അടുക്കാനും കഴിയുകയുള്ളൂ. മറ്റുള്ളവരാകട്ടെ സ്വയം നഷ്ടപ്പെടുന്ന സാഹചര്യങ്ങളെ ഭയക്കുകയും ഏകാന്തമായ പാതകൾ സ്വീകരിക്കാൻ നിർബന്ധിക്കപ്പെടുകയെന്ന് ചെയ്യുന്നു. 7ാമത്തെ ഘട്ടമാണ് സൃഷ്ടി മുരടിപ്പ്, ജനറേറ്റീവ് വേഴ്സസ് സ്റ്റാഗ്നേഷൻ. മധ്യവയസ്സെന്ന് പറയുമ്പോൾ 35 മുതൽ 60 വയസ്സ് വരെയുള്ള കാലഘട്ടമാണ്. അതുവരെയും തൻ്റെ കാര്യങ്ങളിൽ മാത്രം ശ്രദ്ധിച്ച് തൻ്റെ അനുഭവങ്ങളുടെയും മാനസികാവസ്ഥയുടെയും ഫലമായിട്ടൊരു സ്വബോധം വളർത്തിയെടുക്കുന്നതോടെ കുട്ടിക്കാലവും കൗമാരം അവസാനിച്ച് പക്വതയുടെ തലത്തിൽ എത്തിച്ചേരുന്നു. മധ്യവയസ്സിലാകട്ടെ തൻ്റെ കാര്യങ്ങളേക്കാൾ കൂടുതൽ ഒരാൾ പ്രാധാന്യം കൊടുക്കുന്നത് പുതിയ തലമുറയെ സൃഷ്ടിക്കുകയും വളർത്തിക്കൊണ്ടുവരികയും പഠിപ്പിക്കുകയും ചെയ്യുന്നതിനാണ്. തൻ്റെ അറിവ് പുതിയ തലമുറയ്ക്ക് പകർന്നു കൊടുക്കുക, പുതിയ അറിവ് സൃഷ്ടിക്കൽ, സർഗാത്മകതയുടെ പുതിയ മേഖലകളിൽ വ്യാപരിക്കൽ, കാര്യക്ഷമവും പക്വവുമായിട്ടുള്ള രീതിയിൽ തൊഴിൽ ചെയ്യൽ എന്നിവയൊക്കെ ഈ ഒരു ഘട്ടത്തിൻ്റെ ആരോഗ്യത്തെ സൂചിപ്പിക്കുന്ന ഒന്നാണ്. ലാസ്റ്റ് ഘട്ടമാണ് മനസ്സന്തുലനം അല്ലെങ്കിൽ തളർച്ച, ഈഗോ ഇൻറ്റിഗ്രിറ്റി വേഴ്സസ് ഡിസ്പെയർ എന്ന് പറയും. 60 വയസ്സിന് ശേഷം വരുന്ന ഒരു കാലഘട്ടമാണിത്.
കുട്ടിക്കാലത്ത് മറ്റുള്ളവരാൽ സ്നേഹിക്കപ്പെടുകയും പരിപാലിക്കുകയും ചെയ്യുക, കൗമാരകാലത്ത് ജീവിതത്തിന് അർത്ഥപൂർണ്ണമായ ദിശകൾ ഉണ്ടായി വരിക, മറക്കാനാവാത്ത ആത്മബന്ധങ്ങളിൽ യൗവനത്തിൻ്റെ അത്യപൂർവമായ ഒരു പച്ചപ്പ് ലഭിക്കുക, ലോകത്തിൻ്റെ നിലനിൽപ്പിന് തന്നെ കൊണ്ടാകുമെന്ന് സംഭാവനകൾ നൽകുകയും പുതുതലമുറയെ വാർത്തെടുക്കുന്നതിൽ സാഫല്യം കണ്ടെത്തുകയും ചെയ്യുന്നൊരു മധ്യവയസ്സുണ്ടാകുക. ഇങ്ങനെ ഒരാൾ വാർദ്ധക്യത്തിലെത്തുമ്പോൾ ഏറ്റവും പക്വവും ഏറ്റവും ശാന്തവും ഏറ്റവും അർത്ഥപൂർണവുമായ മാനസികാവസ്ഥയിലെത്തുന്നു. അതുവരെയുള്ള സന്ദേഹങ്ങൾ ഒഴിഞ്ഞു മാറുകയും ലോകത്തിനും ജീവിതത്തിനുമൊക്കെ പുതിയ ചില അർത്ഥതലങ്ങൾ ഉണ്ടായി വരികയും ചെയ്യുന്നതാണ് ഈ ഒരു കാലഘട്ടത്തിലൂടെ എറിക്സൺ പറഞ്ഞു വെക്കുന്നത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് അദ്ദേഹത്തിൻ്റെ മനോസാമൂഹിക വികാസ സിദ്ധാന്തവുമായി ബന്ധപ്പെട്ടുകൊണ്ട് 8 ഘടകങ്ങളും അതിൻ്റെ പ്രത്യേകതകളും. അടുത്ത 21ാമത്തെ ക്വസ്റ്റ്യനാണ്. 21ാമത്തെ ക്വസ്റ്റ്യൻ, ബ്രെയിൻ സ്റ്റോമിംഗ് സംബന്ധിച്ച് താഴെ പറയുന്നതിൽ തെറ്റായിട്ടുള്ള പ്രസ്താവന ഏത്? തെറ്റായിട്ടുള്ള പ്രസ്താവനയാണ് കണ്ടെത്തേണ്ടത്. എ, ഇത് ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ബി, ഒരു പ്രശ്നം സംബന്ധിച്ച എല്ലാ വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നു. സി, വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു. ഡി, വിദ്യാർത്ഥികളുടെ ഭാവനാശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നു. ഇവിടെ ഉത്തരമെന്ന് പറയുന്നത് ഓപ്ഷൻ സി ആണ്. വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തപ്പെടുന്നു എന്നാണ്. അത് തെറ്റാണ്. കാരണം ഈ ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം ഒരു ടീച്ചർ ഒരു വിഷയത്തിൽ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ടോപ്പിക്കിൽ ഒരു പ്രസൻറ്റേഷൻ തയ്യാറാക്കാൻ ഒരു 5 പേര് അല്ലെങ്കിൽ ഒരു 6 പേരടങ്ങുന്ന ഒരു ഗ്രൂപ്പിനെ ക്രിയേറ്റ് ചെയ്യുകയാണ്. അപ്പോൾ അവർക്കൊരു ആ ഒരു സബ്ജക്റ്റിനെ കുറിച്ച് മുൻപറിയാവുന്ന കാര്യങ്ങൾ നോട്ട് ചെയ്ത് വെക്കും. അപ്പം ആ കുട്ടികൾക്ക് അറിയാവുന്ന ഓരോരുത്തർക്കും അറിയാവുന്ന കാര്യങ്ങൾ അവരെന്ത് ചെയ്തു നോട്ട് ചെയ്ത് വെക്കുന്നു. അതിനകത്തൊരു ലീഡർ കാണും. ആ ലീഡർ എല്ലാ കാര്യങ്ങളും അവരുടെ ഗ്രൂപ്പിൽ അറിയാവുന്ന കാര്യങ്ങളെല്ലാം പ്രധാനപ്പെട്ട കാര്യങ്ങളെല്ലാം അവർ നോട്ട് ചെയ്ത് വെക്കുന്നു. ശേഷം അവരുടെ കൺസെപ്റ്റുകളെല്ലാം കൂടെ ഷെയർ ചെയ്യുന്നു. ഇതിനെ എന്താ പറയുക, ബ്രെയിൻ സ്റ്റോമിംഗ് എന്ന് പറയാം. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി വരുന്നത് വിദ്യാർത്ഥികളുടെ വ്യക്തിഗത പ്രകടനം വിലയിരുത്തുന്നത് അല്ല, എല്ലാവരും കൂടി എന്ത് ചെയ്യുന്ന ഒരു ഗ്രൂപ്പായിട്ട് അവരെ കാര്യങ്ങളെല്ലാം അവതരിപ്പിക്കുന്നതിനാണ് നമ്മൾ ഈ ബ്രെയിൻ സ്റ്റോമിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ വിദ്യാർത്ഥികളുടെ ഭാവനശക്തി വർദ്ധിപ്പിക്കാൻ കഴിയുന്നുണ്ട്. ഒരു പ്രശ്നം സംബന്ധിച്ച് എല്ലാത്തരം വീക്ഷണങ്ങളും സ്വാഗതം ചെയ്യപ്പെടുന്നുണ്ട്. ഒരു പ്രശ്നാധിഷ്ഠിത രീതിയാണ്. ഇതെല്ലാം ശരിയാണ്. 22ാമത്തെ ക്വസ്റ്റ്യൻ നമുക്ക് ഡിലീറ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനാണ്. 23ാമത്തെ ക്വസ്റ്റ്യൻ എങ്ങനെയാണ്? ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ താഴെ പറയുന്നവരിൽ ആർക്കാണ് ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലായിട്ടുള്ളത്? അത്ലറ്റുകൾ, കലാകാരന്മാർ, മനഃശാസ്ത്രജ്ഞന്മാർ, നേതാക്കന്മാർ. അപ്പോൾ ഇവിടെ ഉത്തരവെന്ന് പറയുന്നത് നമുക്കറിയാം. ഗാർഡ്നറുടെ അഭിപ്രായത്തിൽ ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലായിട്ടുള്ളത് നമ്മുടെ കലാകാരന്മാർക്ക്. ഓപ്ഷൻ ബി കലാകാരന്മാരാണ് അല്ലേ. ഈ ഒരു കാലഘട്ടത്തിൽ അല്ലെങ്കിൽ ഈ ഒരു ദൃശ്യസ്ഥലപര ബുദ്ധി കൂടുതലുള്ളത് നാവികന്മാർക്ക്, അല്ലെങ്കിൽ അവർ എത്തിപ്പെടുന്ന മേഖലകളെന്ന് പറയുമ്പോൾ നാവികന്മാർ വരും, ശില്പികൾ വരും, ദൃശ്യ കലാകാരന്മാർ, കണ്ടുപിടുത്തക്കാർ, ആർക്കിടെക്റ്റ്, ഇൻറ്റീരിയർ ഡിസൈനർ അല്ലേ, മെക്കാനിക്കൽ എൻജിനീയർമാർ, ഇങ്ങനെയൊക്കെ ഉള്ള ഒരു മേഖലയിൽ എത്തിപ്പെടുന്ന അല്ലെങ്കിൽ ഇത്തരം ആളുകൾക്കായിരിക്കാം ഇത്തരം ഒരു ദൃശ്യ സ്ഥലപര ബുദ്ധി കൂടുതലുള്ളതെന്നാണ് നമ്മുടെ ഗാർഡ്നറുടെ അഭിപ്രായം എന്ന് പറയുന്നത്. 24ാമത്തെ ക്വസ്റ്റ്യൻ, വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ച് പുതിയ രീതിയിൽ പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയയ്ക്ക് പറയപ്പെടുന്നത് എന്താണ്? വിവിധ ആശയങ്ങൾ ചേർത്ത് വെച്ചുകൊണ്ട് പുതിയ രീതിയിൽ ഒരു പ്രശ്നപരിഹരണം നടത്തുന്ന പ്രക്രിയ. ഹ്യൂറിസ്റ്റിക്, സർഗാത്മകത, ക്രിയേറ്റിവിറ്റി, അൽഗോരിതം, മാർഗവും ലക്ഷ്യവും വിശകലനം ചെയ്യൽ. ഉത്തരം ക്രിയേറ്റിവിറ്റിയാണ്, സർഗാത്മകതയാണ് ഇവിടുത്തെ ഉത്തരം. അതായത് ഈ ക്രിയേറ്റിവിറ്റി എന്ന് പറഞ്ഞാൽ നൂതനമോ പുതുമയുള്ളതോ ആയ ഒരാശയത്തെയോ വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഒരു വ്യക്തിക്കുള്ള ശേഷിയെയാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്. ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറഞ്ഞാൽ എന്താണ്? നൂതനമോ പുതുമയുള്ളതോ ആയ ഒരു ആശയത്തെയോ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയോ സൃഷ്ടിക്കാനോ കണ്ടെത്താനോ ഉള്ള ഒരു വ്യക്തിക്കുള്ള ശേഷിയാണ് ക്രിയേറ്റിവിറ്റി അല്ലെങ്കിൽ സർഗാത്മകത എന്ന് പറയുന്നത്. ഇവിടെ ഹ്യൂറിസ്റ്റിക് ഓപ്ഷനിലുണ്ട്. ഹ്യൂറിസ്റ്റിക് എന്ന് പറഞ്ഞാൽ തീരുമാനങ്ങൾ എടുക്കാൻ പ്രയാസമുള്ള സന്ദർഭങ്ങളിൽ തങ്ങളുടെ ലക്ഷ്യത്തിലേക്ക് ആളുകൾ ചില എളുപ്പ വഴികൾ അവലംബിക്കാറുണ്ട്. ഇതിനെയാണ് എന്ത് പറയുന്നത്? ഹ്യൂറിസ്റ്റിക് എന്ന് പറയുന്നത്. ഇതൊരു അനുഭവത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു പ്രോബ്ലം സോൾവിങ് മെത്തേഡ് ആണെന്ന് നമുക്ക് പറയാം. അൽഗോരിതം എന്ന് പറഞ്ഞാൽ കൃത്യമായ ഡേറ്റാസ് ഉപയോഗിച്ചുകൊണ്ട് ചിട്ടപ്പെടുത്തിയ ക്രിയാമാർഗ്ഗങ്ങൾ അവലംബിച്ച് ഉത്തരം കണ്ടെത്തുന്ന നടപടിക്രമങ്ങളാണ് അൽഗോരിതം എന്ന് പറയുന്നത്. ഉദാഹരണം കമ്പ്യൂട്ടർ പ്രോഗ്രാംസൊക്കെ നമുക്ക് അൽഗോരിതത്തിൻ്റെ ഇതായിട്ട് നമുക്ക് പറയാൻ പറ്റും. 25ാമത്തെ ക്വസ്റ്റ്യൻ, മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തത് ഏതെന്നാണ്? ലക്ഷ്യമല്ലാത്തത് മുദ്രണം ചെയ്യൽ, ലേബലിംഗ്, ഫീഡ്ബാക്ക് നൽകൽ, നിദാനവും പരിഹാരബോധനവും, സ്ഥാനം നൽകൽ. അപ്പോൾ ഇതിന് ഉത്തരം നമുക്കറിയാം. ഓപ്ഷൻ എ ആണ് ഉത്തരം. മുദ്രണം ചെയ്യൽ, ലേബലിംഗ് അല്ല. മൂല്യനിർണ്ണയത്തിൻ്റെ ലക്ഷ്യമല്ലാത്തതാണ് മുദ്രണം ചെയ്യൽ. ഫീഡ്ബാക്ക് കൊടുക്കാം, നിദാനവും പരിഹാരബോധനവും, ഡയഗ്നോസിസ് ആൻഡ് റെമഡിയൽ മെഷർ കൊടുക്കാം, സ്ഥാനം നൽകുക അല്ലെ, പ്ലേസ്മെൻറ്റ് കൊടുക്കുക. അതൊക്കെ മൂല്യനിർണ്ണയത്തിൻ്റെ ഇവാലുവേഷൻ്റെ ലക്ഷ്യങ്ങളാണ് അല്ലേ. 26ാമത്തെ ക്വസ്റ്റ്യനാണ്, നേടാനുള്ള അഭിപ്രേരണ കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായ രീതി ഏതാണ്? ഓപ്ഷൻ എ കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക. ഓപ്ഷൻ ബി ഗൈഡൻസ് നൽകുക.
ഓപ്ഷൻ സി അഭിപ്രേരണ സിദ്ധാന്തങ്ങൾ വിശദീകരിക്കുക. ഓപ്ഷൻ ഡി ഇടയ്ക്കിടെ പഠന നേട്ടം സംബന്ധിച്ച പരീക്ഷകൾ നടത്തുക. ഇവിടെ ഉത്തരം എന്ന് പറയുന്നത് അറിയാം, നേടാനുള്ള അഭിപ്രായം നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. ഓപ്ഷൻ എ ആണ് ഉത്തരം. കുട്ടിക്ക് യാഥാർത്ഥ്യാധിഷ്ഠിത ലക്ഷ്യം നിർണ്ണയിച്ചു കൊടുക്കുക എന്നുള്ളതാണ് നേടാനുള്ള അഭിപ്രായമാണ് കുട്ടികളിൽ വളർത്താൻ ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു മാർഗ്ഗം എന്ന് പറയുന്നത് അല്ലേ. അതായത് 1951 മക്ലെലൻഡ് എന്ന് പറയുന്ന സൈക്കോളജിസ്റ്റ് ആവിഷ്കരിച്ചിട്ടുള്ളൊരു തിയറിയാണിത് അല്ലേ. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറി അല്ലേ, നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ നേടാനുള്ള അഭിപ്രേരണ സിദ്ധാന്തം മക്ലെലൻഡ് 1951 ആവിഷ്കരിച്ചിട്ടുള്ളൊരു തിയറിയാണ്. ഒരു മനുഷ്യൻ വ്യവഹാരങ്ങളിൽ ഏർപ്പെടുന്നത് കൂടുതൽ നന്നാകാനും തനതായ നേട്ടങ്ങൾ കൈവരിക്കാനുമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. അതിനാൽ അധ്യാപകൻ പഠിതാക്കളെ അനുസ്യൂതം പ്രോത്സാഹിപ്പിക്കുകയും വിജയങ്ങളെ ഉടനടി പ്രബലനം ചെയ്യുകയും ചെയ്യണമെന്നാണ് അദ്ദേഹം പറയുന്നത്. ഉടനടി എന്ത് ചെയ്യണം? പ്രബലനം ചെയ്യുകയും ചെയ്യണം. അതായത് റീഇൻഫോഴ്സ്മെൻ്റ് കൊടുത്ത് അവർക്ക് ഗിഫ്റ്റുകൾ കൊടുക്കാം, അവർക്ക് റിവാർഡുകൾ കൊടുക്കാം അല്ലേ. അപ്പം ഉടനടി പ്രബലനം ചെയ്യണം. അതുപോലെ തന്നെ അതുകൊണ്ട് തന്നെ കുട്ടിയുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് നമ്മുടെ മക്ലെലൻഡ് പറയുന്നത്. അതാണ് ഏറ്റവും പ്രധാനം. ഈ ഒരു അച്ചീവ്മെൻറ്റ് മോട്ടിവേഷൻ തിയറിയിൽ കുട്ടികളുടെ യഥാർത്ഥ ലക്ഷ്യങ്ങൾ കണ്ടെത്തി അവരെ പ്രോത്സാഹിപ്പിക്കണം, അധ്യാപകൻ അവരെ പ്രോത്സാഹിപ്പിക്കണമെന്നാണ് അദ്ദേഹം പറയുന്നത്. 27ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. അനുക്രമ പഠന പദ്ധതി സീക്വൻഷ്യൽ കരിക്കുലം ആരുടെ സംഭാവനയാണ്? അസുബലിൻ്റെയാണ്. ഓപ്ഷൻ എ ആണ് അസുബൽ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ സംഭാവനയാണ് അനുക്രമ പഠന പദ്ധതി എന്ന് പറയുന്നത്. സ്കിന്നർ, വൈഗോട്സ്കി, ബ്രൂണർക്ക് ഓപ്ഷനുണ്ട്. അനുക്രമ പഠന പദ്ധതി അസുബലിൻ്റെ സംഭാവനയാണ്. പഠിതാക്കൾ അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി പുതിയ അറിവ് നിർമ്മിക്കുന്നു എന്നൊരു ആശയത്തെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ള ഒരു കൺസെപ്റ്റാണിതെന്ന് പറയുന്നത്. ഇതിൽ പ്രിൻസിപ്പിൾസ് പിന്തുടർന്നുകൊണ്ട് അധ്യാപകർക്ക് കൂടുതൽ ഫലപ്രദവും ആകർഷകവുമായിട്ടുള്ള പഠനാനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയുമെന്നാണ് അദ്ദേഹം ഇതിലൂടെ പറയുന്നത്. അതായത് പഠിതാക്കൾക്ക്, സ്റ്റുഡൻസിന് അവർക്ക് നേരത്തെ അറിയാവുന്ന കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തി ഒരു പുതിയ അറിവ് നിർമ്മിക്കുന്ന ഒരു കൺസെപ്റ്റിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണിത്. ഇതിലെ പ്രിൻസിപ്പിൾസൊക്കെ പിന്തുടർന്നുകൊണ്ട് അധ്യാപകർക്ക് എന്ത് ചെയ്യാൻ കൂടുതൽ ഫലപ്രദവും ആകർഷകമായിട്ടുള്ള പഠനാനുഭവങ്ങളൊക്കെ സൃഷ്ടിക്കാൻ കഴിയും. 28ാമത്തെ ക്വസ്റ്റ്യൻ. ഗോൾമാൻ്റെ അഭിപ്രായത്തിൽ ജീവിത വിജയത്തിന് ഡാഷ് ബുദ്ധിക്ക് മറ്റ് ബുദ്ധി രൂപങ്ങളേക്കാൾ ശക്തമായ സ്വാധീനമുണ്ട്. ഓപ്ഷൻ എ വിശകലനാത്മക ബുദ്ധി, സർഗാത്മക ബുദ്ധി, വൈകാരിക ബുദ്ധി, പ്രായോഗിക ബുദ്ധി. ഇതറിയാം, ഗോൾമാൻ്റെ കാണുമ്പോൾ തന്നെ നമുക്കറിയാം ഉത്തരവ് ഏത് തന്നെ ആയിരിക്കും. എന്തൊരു ബുദ്ധി ആയിരിക്കും? വൈകാരിക ബുദ്ധി ആയിരിക്കും അല്ലേ, എമോഷണൽ ഇൻ്റലിജൻസ് ആയിരിക്കും. ഗോൾമാൻ അദ്ദേഹം ഇതിൻ്റെ ആളാണല്ലോ. അപ്പം ഉത്തരം സി ആണ്. ഐക്യുമായിട്ടൊക്കെ താരതമ്യം ചെയ്യുമ്പം ഇക്യുവിനാണ് ജീവിതം അല്ലെങ്കിൽ ജീവിത വിജയത്തെ നിർണ്ണയിക്കുന്നതിൽ പ്രധാന പങ്ക് വഹിക്കുന്ന ഒന്നാണ് ഇക്യു എന്നാണ് അദ്ദേഹം പറയുന്നത്. ഇമോഷണൽ ക്വഷ്യൻ്റ് ആണ് അല്ലേ. ഐക്യുമായിട്ടും താരതമ്യം ചെയ്യുമ്പോൾ ഇക്യുവിനാണ് പ്രാധാന്യമെന്നാണ് ആര് പറയുന്നത്? നമ്മുടെ ഗോൾമാൻ പറയുന്നത്. അപ്പം നമ്മുടെ ഡാനിയൽ ഗോൾമാൻ അദ്ദേഹത്തിൻ്റെ വൈകാരിക മാനം ഇക്യു എന്നൊരു കൺസെപ്റ്റ് അദ്ദേഹം അവതരിപ്പിക്കുന്ന കാലഘട്ടത്തിൽ പറഞ്ഞിട്ടുള്ള ഒരു കാര്യമാണിത്. എന്താണ് ജീവിത വിജയത്തിന് എന്താണ് വൈകാരിക ബുദ്ധിക്ക് മറ്റ് ബുദ്ധി രൂപങ്ങളേക്കാൾ ശക്തമായിട്ടുള്ളൊരു സ്വാധീനമുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. 29ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. ബുദ്ധി പരീക്ഷയിൽ ഡാഷിൽ താഴെ സ്കോർ ലഭിക്കുന്നവരാണ് ബുദ്ധി വൈകല്യമുള്ളവർ അല്ലെങ്കിൽ ബുദ്ധിമാന്യമുള്ളവരായിട്ട് നിർവചിക്കപ്പെടുന്നത്. 70 ഉണ്ട്, 120 ഉണ്ട്, 20 ഉണ്ട്, 100. നമുക്കറിയാം ഉത്തരം എ ആണ്. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്താണ് ഓപ്ഷൻ എ ഉത്തരം 70 ആണല്ലേ. 140 കൂടുതൽ ബുദ്ധി ഐക്യമുള്ളവരെ നമുക്ക് ജീനിയസ്, പ്രതിഭാശാലി എന്ന് പറയാം. 120-നും 140-നും ഇടയ്ക്കുള്ളവരെ അതിബുദ്ധിമാൻ, വെരി സുപ്പീരിയർ എന്ന് പറയാം. 110-നും 120-നും ഇടയ്ക്കുള്ളവർ ബുദ്ധിമാൻ, സുപ്പീരിയർ എന്ന് പറയാം. 90-നും 110-നും ഇടയിലുള്ളവരാണ് ആവറേജ്, ശരാശരിക്കാരൻ. 80-നും 90-നും ഇടയ്ക്കുള്ള ഒരു ബുദ്ധി കുറഞ്ഞവനാണ്. 70-80 അതിർരേഖയാണ്, ബോർഡർ ലൈനാണ്. മന്ദബുദ്ധികൾ എന്ന് വിശേഷിപ്പിക്കുന്നത് അല്ലെ ഫീബിൾ മൈൻഡഡ് എന്ന് പറയുന്നത് 70-ൽ താഴെയാണ്. 50 മുതൽ 70 വരെയുള്ളതാണ് മോറോൺസ് എന്ന് പറഞ്ഞത്. ഇതിപ്പോൾ ചർച്ച ചെയ്തപ്പം ഈ ഒരു 50 മോറോൺസ് എന്ന് പറയുന്നത് 50-നും 70-നും ഇടയ്ക്കാണ് നമ്മൾ പറഞ്ഞിരുന്നു. പിന്നെ 25-നും 50-നും ഇടയ്ക്കാണ് ഇമ്പസിൽസ് വരുന്നത്. 25-ന് താഴെയാണ് ഇഡിയറ്റ്സ് വരുന്നത്. 30ാമത്തെ ക്വസ്റ്റ്യൻ ഇങ്ങനെയാണ്. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ച വ്യക്തി ആരാണ്? ഗാർട്ട്നർ, സ്റ്റേൻബർഗ്, തേഴ്സ്റ്റൺ, സ്പിയർമാൻ. ഉത്തരം എന്ന് പറയുന്നത് സ്റ്റേൻബർഗ് ആണ്. വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണ്? നമ്മുടെ സ്റ്റേൻബർഗ് ആണ്. അതായത് മനസ്സിൽ എങ്ങനെയാണ് വിവരങ്ങൾ പ്രോസസ്സ് ചെയ്യുന്നതെന്ന് വിവരിക്കുന്ന ഒരു കൊഗ്നിറ്റീവ് തിയറിയാണ് വിവര വിശകലന സിദ്ധാന്തം എന്ന് പറയുന്നത്. മനസ്സൊരു കമ്പ്യൂട്ടറിന് സമാനമാണെന്നാണ് അദ്ദേഹം പറയുന്നത്. വിവരങ്ങൾ ഘട്ടം ഘട്ടമായിട്ട് പ്രോസസ്സ് ചെയ്യപ്പെടുന്നു എന്നൊരു കൺസെപ്റ്റിനെ അടിസ്ഥാനമാക്കിയുള്ളതാണ് ഈ തിയറി എന്ന് പറയുന്നത്. ഇതിന് 3 ഡിഫറൻറ്റ് പാർട്സൊക്കെ ഉണ്ട്. മെറ്റാ കമ്പോണൻസ്, പെർഫോമൻസ് കമ്പോണൻസ്, നോളജ് അക്വിസിഷൻ കമ്പോണൻസ് എന്ന് പറഞ്ഞ 3 പാർട്ടൊക്കെ ഉണ്ട്. അപ്പം വിവര വിശകലന സിദ്ധാന്തം മുന്നോട്ട് വെച്ചത് ആരാണെന്ന് മനസ്സിലാക്കണം. നമ്മുടെ സ്റ്റേൻബർഗ് ആണെന്ന് മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ ഇത്രയും പ്രധാനപ്പെട്ട 30 ക്വസ്റ്റ്യൻസാണ് നമ്മൾ നോക്കിയത്. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു.